ഹലോ ഓൾ, എല്ലാവർക്കും സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെ ആർട്ടിക്യൂ ലെസണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് ഇൻട്രോ കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന്, നമ്മുടെ സബ്ജക്റ്റ് സ്റ്റീൽ അറിയാമല്ലോ. സ്റ്റീൽ വലിയൊരു സബ്ജക്റ്റാണ്. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇതിൻ്റെ മാർക്ക് വെയിറ്റേജ് കുറവായത് കാരണം നമ്മൾ ഒരുപാടൊന്നും ഡെപ്തിൽ പഠിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചാപ്റ്റേഴ്സിനെ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറഞ്ഞ പക്ഷം ഏറ്റവും നന്നായിട്ട് പഠിച്ചിരിക്കേണ്ട സാധനങ്ങൾ ബോൾട്ടഡ് കണക്ഷൻസ്, വെൽഡഡ് കണക്ഷൻസ്, മെറ്റീരിയൽസ് ആൻഡ് സ്പെസിഫിക്കേഷൻസ്, എക്സെൻട്രിക് കണക്ഷൻസ്, ടെൻഷൻ മെമ്പേഴ്സ് ആൻഡ് കംപ്രഷൻ മെമ്പേഴ്സ്. ബാക്കി വരുന്ന സാധനങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് അത്ര വെയിറ്റേജിൽ ചോദിച്ചിട്ടില്ല. എന്നാൽ അതിനകത്ത് മേജറായിട്ട് വരുന്ന 2-3 ചാപ്റ്റേഴ്സ് ഞാൻ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പ്ലാസ്റ്റിക് അനാലിസിസ് ആണ്. പ്ലാസ്റ്റിക് അനാലിസിസ് PSCക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. 2 പ്ലേറ്റ് ഗേർഡേഴ്സ് ആണ്, 3 ബീംസ് ആണ്. പ്ലേറ്റ് ഗേർഡേഴ്സും ബീംസും നിങ്ങൾ ഡെപ്തിൽ പഠിക്കാൻ നിന്നാൽ ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്ക് PYQയിൽ ക്വസ്റ്റ്യൻസ് വളരെ കുറവായതുകൊണ്ട് നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം പഠിച്ചിട്ടാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. കുറച്ച് ലക്ക് ഫാക്ടറും കൂടി അവിടെ വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതിന് 2 വെറൈറ്റി ഉണ്ട്. അതിലൊരു പെർട്ടിക്കുലർ വെറൈറ്റിയാണ് ഞാനിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 2 steel plates each of 16 mm thickness are connected by double cover butt joint by bolts as shown in figure. ഓക്കെ, ഒരു പ്ലാൻ വ്യൂ ഇവിടെ എനിക്ക് തന്നിട്ടുണ്ട്. 2 സ്റ്റീൽ പ്ലേറ്റ്, കവർ പ്ലേറ്റ് മുകളിൽ കാണാം. ഇവിടെ ഡയമണ്ട് ബോൾട്ടിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഡയമണ്ട് ഇത് ഞാൻ കണക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഒരു ഡയമണ്ട് കോൺഫിഗറേഷൻ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ബോൾട്ടിംഗ്. അപ്പോൾ ഇവിടെ if the bolt diameter is 20 mm and steel is of grade Fe 410, which one of the following section is most critical section for cover plate? ഓക്കെ, 4 ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 രീതിയിൽ ചോദിക്കാം. എനിക്ക് മോസ്റ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ കവർ പ്ലേറ്റ് ഏതാണെന്നും ചോദിക്കാം, മോസ്റ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ മെയിൻ പ്ലേറ്റ് ഏതാണെന്നും ചോദിക്കാം. അപ്പോൾ അത് രണ്ടും ഒറ്റ കാര്യം ഓർത്ത് വെച്ചാൽ മതി. അതിൽ വെച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും നമുക്കിവിടെ ഈ പ്ലേറ്റുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ടെൻഷനിലൂടെ നമുക്ക് 2 രീതിയിൽ പ്രധാനമായിട്ട് നമുക്ക് ഫെയിൽ ആവാം. ഒന്ന് ഗ്രോസ് സെക്ഷണൽ ഈൽഡിങ്ങും ഒന്ന് നെറ്റ് സെക്ഷണൽ റപ്ചർ. അതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് നമുക്ക് പറയാവുന്ന ഒരു സാധനം തന്നെയാണ് ടിയറിംഗ് ഫെയിലിയർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ നമ്മൾ തിയറിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും കുറവ് ക്രോസ് സെക്ഷണൽ ഏരിയ വരുന്ന സ്ഥലം അല്ലെങ്കിൽ ബോൾട്ട് ഹോൾ വരുന്ന റീജിയനാണ് നമ്മൾ നെറ്റ് ഏരിയ എന്ന് പറയുന്നത്. അതില്ലാത്ത ഏരിയനെയാണ് നമ്മൾ ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രോസ് ഏരിയ ഈൽഡ് ചെയ്തും നെറ്റ് ഏരിയ പൊട്ടിപ്പോയുമാണ് ഫെയിൽ ആവുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈൽഡ് ചെയ്യുമ്പോൾ ഈൽഡ് സ്ട്രെങ്ത് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റപ്ചർ സഡൻ ആയതുകൊണ്ട് അൾട്ടിമേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കവർ പ്ലേറ്റിന് ഏതാണ് ക്രിട്ടിക്കൽ സെക്ഷൻ? ഇവിടെ 1, 2, 3, 4 അപ്പുറത്തും അതേ 1, 2, 3, 4 കിടപ്പുണ്ട്. അപ്പോൾ 1-ൽ ഏറ്റവും കൂടുതൽ ബോൾട്ട് വരുന്നു, 4-ലാണെങ്കിൽ ഏറ്റവും കുറവ് ബോൾട്ട് വരുന്നു. അപ്പോൾ 1-ഓ 4-ഓ ആണ് നമുക്കിവിടെ ക്രിട്ടിക്കൽ ആവാനുള്ള പോസിബിലിറ്റി. അപ്പോൾ നമുക്കൊരു മെയിൻ പ്ലേറ്റും കവർ പ്ലേറ്റും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന ഡിഫറൻസ് എന്ന് പറയുന്നത് കവർ പ്ലേറ്റിൻ്റെ പർപ്പസ് ലോഡ് ബെയറിംഗ് അല്ല, ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ 2 മെയിൻ പ്ലേറ്റുകൾ തമ്മിൽ കണക്ഷൻ എൻഷ്യൂർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ യൂഷ്വലി കവർ പ്ലേറ്റിൻ്റെ തിക്നെസ് മെയിൻ പ്ലേറ്റിനേക്കാൾ കുറവായിരിക്കും. നമ്മുടെ പേർപ്പസ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നത് മാത്രമായതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഒരു ടിയറിങ് ആക്ഷൻ വേണം, കീറണം, ഒരു പേപ്പർ കീറണം. നമുക്ക് കട്ടി കുറഞ്ഞ പേപ്പറാണോ കട്ടി കൂടിയ പേപ്പറാണോ കീറാൻ എളുപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടി കുറഞ്ഞ പേപ്പർ നമുക്ക് പെട്ടെന്ന് ടിയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ അണ്ടർ ടെൻഷനിൽ ടിയറിങ് ചെയ്ത് ഫെയിൽ ആവുകയാണ് അല്ലെങ്കിൽ റപ്ചർ ചെയ്ത് ഫെയിൽ ആവുകയാണെങ്കിൽ കട്ടി കുറഞ്ഞ കവർ പ്ലേറ്റ് ആണോ കട്ടി കൂടിയ മെയിൻ പ്ലേറ്റ് ആണോ ടിയർ ആവുക എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും കട്ടി കുറഞ്ഞ കവർ പ്ലേറ്റിനാണ് ഈ ടിയറിംഗ് പോസിബിലിറ്റി അല്ലെങ്കിൽ റപ്ചർ പോസിബിലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കവർ പ്ലേറ്റ് ടിയർ ആവുകയാണെങ്കിൽ എവിടെ കൂടെ ടിയർ ആവും? ടിയറിംഗ് എന്ന് പറയുമ്പോൾ നെറ്റ് ഏരിയ ആണ് 1, 2, 3, 4. ഇതിനകത്ത് ഏറ്റവും കുറവ് നെറ്റ് ഏരിയ ഉണ്ടാവാൻ പോകുന്നത് സെക്ഷൻ 1-ലാണ്. കാരണം B - 4 × D0 ആണ് ഇവിടുത്തെ ഡയമെൻഷൻ, ഇൻറ്റു തിക്നെസ് ആണ് ഇവിടുത്തെ നെറ്റ് ഏരിയ. അപ്പോൾ സെക്ഷൻ 1-ലെ നെറ്റ് ഏരിയ എന്ന് പറയുന്നത് B - 4 × D0 ഇൻറ്റു തിക്നെസ് വിച്ച് ഈസ് ദ ലീസ്റ്റ്. അപ്പോൾ അവിടെ കൂടെയാണ് എനിക്ക് പെട്ടെന്ന് റപ്ചർ അഥവാ ടിയറിങ് എനിക്ക് സംഭവിക്കുന്നത്. അപ്പോൾ എൻ്റെ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ കവർ പ്ലേറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ A ആയിരിക്കും.
ഇനി ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ മെയിൻ പ്ലേറ്റ് ഏതാണ് നമ്മൾ നോക്കുന്നത്. മെയിൻ പ്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി ഇവിടെ ടെൻഷന് വേണ്ടിയുള്ള ഫോഴ്സ് ഞാൻ ഇവിടെ 2 മെയിൻ പ്ലേറ്റുകളിലും കാണിക്കുന്നു. മെയിൻ പ്ലേറ്റ് വലിക്കുന്നു. അപ്പോൾ വലിക്കുന്ന സമയത്ത് ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ട് മുകളിൽ കവർ പ്ലേറ്റ് ആണല്ലോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും വിട്ടുപോവാതിരിക്കാൻ കവർ പ്ലേറ്റിലൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ബോൾട്ടിലാണ് ഇതിൻ്റെ റിയാക്ഷൻ ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ പീനെ ഷിയറായിട്ട് ഈ ബോൾട്ട് ഒറ്റയ്ക്ക് തന്നെ റെസിസ്റ്റ് ചെയ്യണം. എന്നാൽ ഈ സെക്ഷനിലോട്ട് വരുമ്പോൾ ആ P/2 എന്ന് പറഞ്ഞ് നമുക്ക് 2 ബോൾട്ടിൽ ഷിയർ ഉണ്ടാവും. 2 ഷിയർ പ്ലെയിൻ യൂസ് ചെയ്ത് ഇവിടെ റെസിസ്റ്റ് ചെയ്യും. ഇവിടെ P/3 എന്ന് പറഞ്ഞിട്ട് ഓരോ ബോൾട്ടിൽ ഈ ലോഡ് ഷെയർ ആയിപ്പോവും. ഇവിടെ P/4 എന്ന് പറഞ്ഞായിരിക്കും ഷെയർ ആവുന്നത്. അതായത് ഓരോ ബോൾട്ടും ഒരു ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ 4ലെ ബോൾട്ടാണ് ഏറ്റവും ഹെവിലി ലോഡഡ് ആവുന്നത്. ഓക്കെ, അപ്പം എനിക്ക് ബോൾട്ട് ഫെയിൽ ആവുന്നതിനെ പറ്റി പറഞ്ഞാൽ ഷിയറിംഗ് ഫെയിലിയർ ഓഫ് ബോൾട്ട് സംഭവിക്കാൻ ഏറ്റവും സാധ്യത ഈ ഒറ്റയ്ക്കിരിക്കുന്ന ഈ ബോൾട്ടിനാണ്. അപ്പോൾ ഈ ബോൾട്ട് പൊട്ടിക്കഴിഞ്ഞാൽ സെക്ഷൻ 4ഉം പ്ലേറ്റുമായിട്ടുള്ള പിടുത്തം വിട്ടു. ഈ 2 ബോൾട്ട് പൊട്ടിയാൽ മാത്രമേ സെക്ഷൻ 3യും പ്ലേറ്റുമായിട്ടുള്ള പിടുത്തം വിടുന്നുള്ളൂ. അതിൻ്റെ ചാൻസ് കുറച്ച് കുറവാണ്. ഇവിടെ നിന്നായിരിക്കും ബോൾട്ട് ഓരോന്നായിട്ട് പൊട്ടി തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ മെയിൻ പ്ലേറ്റും കവർ പ്ലേറ്റും തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന 4 ക്രിട്ടിക്കൽ സെക്ഷൻസിൽ ആദ്യം വിട്ടുപോകാൻ പോകുന്നത് സെക്ഷൻ 4 ആണ്. ഓക്കെ, അവിടുത്തെ ബോൾട്ടായിരിക്കും ഷിയറിംഗ് ഫെയിലിയർ അണ്ടർഗോ ചെയ്യുന്നത്. അപ്പോൾ മെയിൻ പ്ലേറ്റും നമ്മുടെ കവർ പ്ലേറ്റും തമ്മിലുള്ള കണക്ഷൻ വിടുന്ന ലൊക്കേഷൻ ഏതാണോ അതാണ് ക്രിട്ടിക്കൽ സെക്ഷൻ 4 മെയിൻ പ്ലേറ്റ്. അത് സെക്ഷൻ 4 ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റ് ഓർത്ത് വെച്ചോ. ക്രിട്ടിക്കൽ സെക്ഷൻ 4 കവർ പ്ലേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കുറവ് നെറ്റ് ഏരിയ ഉള്ള സെക്ഷൻ ഏതാണോ അവിടെ ആയിരിക്കും സംഭവിക്കുന്നത്. ക്രിട്ടിക്കൽ സെക്ഷൻ 4 മെയിൻ പ്ലേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കുറവ് നമ്പർ ഓഫ് ബോൾട്ട് ഇരിക്കുന്ന സെക്ഷൻ ഏതാണോ അവിടെയാണ് എനിക്ക് മെയിൻ പ്ലേറ്റിൻ്റെ കേസ് ഉണ്ടാവുന്നത്. ഇത് സ്റ്റാൻഡേർഡ് ആണ്, ഓർത്ത് വെച്ചോ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. അക്കോർഡിംഗ് ടു IS 800 the nominal shear capacity of M20 bolt of grade 4.6 with 1 shear plane passing through the shank and 1 shear plane passing through the threaded portion. Okay, nominal shear strength ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് വേറെ സ്ലൈഡിൽ എഴുതാം. നോമിനൽ ഷിയർ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് എന്ന് പറയുന്നത് FUB ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു NN ഇൻറ്റു ANB പ്ലസ് NS ഇൻറ്റു ASB. ഇതാണ് നമ്മുടെ ഫോർമുല. ടെൻസൈൽ ഫോഴ്സ് ആണ് ബോൾട്ടിൽ കൊടുക്കുന്നത്. അത് കാരണം നമ്മൾ ഷിയറിംഗ് ആക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് √3 വോൺ മൈസസ് ഫെയിലിയർ തിയറിയിൽ നിന്ന് വരുന്നത് ഫോർമുലയിൽ. ഇവിടെ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒരു γMB കൂടെ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. FUB എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ആണ്. എൻ്റെ ബോൾട്ട് എന്ന് പറയുന്നത് M4.6 ആണ്. അപ്പോൾ ഇതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് 4 × 100 അഥവാ 400 Nm/mm² ആണ്. ഇവിടെ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 0.6 × 400 വിച്ച് ഇസ് 240 Nm/mm² ആണ്. ഓക്കെ, അപ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെങ്തിൻ്റെ വാല്യൂ എനിക്കുണ്ട്. ഇവിടെ ഒരു ഷിയർ പ്ലെയിൻ ഒരു ഷിയർ പ്ലെയിൻ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. 1 ഷിയർ പ്ലെയിൻ ത്രൂ ഷാങ്ക്, 1 ഷിയർ പ്ലെയിൻ ത്രൂ ത്രെഡ്. അപ്പോൾ NN 1, NS 1. ബോൾട്ടിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 20 ആണ്. ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഞാൻ ഫോർമുല വെച്ച് ഒന്നുകൂടെ എഴുതിയാൽ VNSB = 400 ഡിവൈഡഡ് ബൈ √3. ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്യുവാണ്. NN 1 π/4 × 20² × 0.78 പ്ലസ് π/4 × 20² × 1. ഷാങ്ക് ആണെങ്കിൽ π/4 × 20², ത്രെഡഡ് ആണെങ്കിൽ ഷാങ്ക് ഏരിയയുടെ 0.78 ടൈംസ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ അപ്രോക്സിമേഷൻ അപ്രോച്ച് എടുത്താൽ 400 ഡിവൈഡഡ് ബൈ √3 × π/4 × 20². ഞാൻ 0.8 ആയിട്ട് അതിനെ മാറ്റുവാണ്. അപ്പോൾ π/4 × 20² × 1.8. ഓക്കെ,
അപ്രോക്സിമേഷനാണ് ഞാൻ ഫുള്ളി യൂസ് ചെയ്യാൻ പോകുന്നത്. 400 വെട്ടിപ്പോയി. ഞാൻ അപ്രോക്സിമേറ്റ്ലി ഞാൻ ഈ √3 ഞാൻ ഇവിടെ ഒരു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഒരു √3 കൊണ്ട് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു √3 കൊണ്ട് ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു, ഒരു പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഞാൻ ഇത് വെച്ചിട്ട് പറയാം. ഞാൻ ഈ √3 കൂടെ ചേർത്ത് കട്ട് ചെയ്തിട്ട് ഇത് 6 ആക്കി, ഇവിടെ ഒരു 10 ഇട്ടു. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേറ്റ്ലി എനിക്ക് എത്ര വരും? 400 ഇൻറ്റു 6√3 ഇൻറ്റു പൈ അല്ലേ? 400 4000 ഉണ്ട്. 1000 ഞാനത് കിലോ ന്യൂട്ടണിലോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ 1000 അങ്ങ് വിടുന്നു. 24 ഇൻറ്റു 3, ഞാൻ പൈനെ 3 ആയിട്ട് എടുക്കുന്നു. √3 ഇൻറ്റു 3 24, 72 ആണോ വരുന്നത്? 72 ഓപ്ഷനിലില്ല അല്ലേ? 72 എക്സാക്ട് വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. √3 ഇൻറ്റു π/4 ഇൻറ്റു 20 സ്ക്വയർ ഇൻറ്റു 1.8. π/4 ഇൻറ്റു 20 സ്ക്വയർ ഇൻറ്റു 1.8 ഇൻറ്റു 400 ഡിവൈഡഡ് ബൈ √3. approximately 130 approximately 130 വരും. 130.5. ഓക്കെ, 129 ഓപ്ഷൻ എ. ഓക്കെ, ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയത്. നിങ്ങൾ കാൽക്കുലേറ്ററിൽ അല്ല, മാനുവലി ഒന്ന് ചെയ്തു നോക്കുക. മാനുവലി ഇത് ചെയ്യുമ്പോൾ ഒന്ന് π/4 ഇൻറ്റു 20 സ്ക്വയർ 0.78 0.8 ആയിട്ട് കീപ്പ് ചെയ്യുക. അപ്പോൾ അത് 1.8 ആയിട്ട് മാറ്റുന്നു. 100. പിന്നെ √3 എയ്തർ ഈ √3 ഞാൻ മുകളിലൊരു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, താഴെ ഡിനോമിനേറ്ററിൽ ഒരു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അത് 3 ആക്കിയിട്ട് 3നെയും പൈനെയും വെട്ടിക്കളഞ്ഞിട്ട് ഒരു അപ്രോക്സിമേറ്റ്ലി കണ്ടുപിടിക്കുക. അപ്പോൾ 130 കിലോ ന്യൂട്ടൺ ആണ്. ഓപ്ഷൻ എ ആണ് നമുക്കിവിടെ ആൻസർ വരുന്നത്. ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ γ/MB എന്ന് പറയുന്ന 1.25 എന്ന പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടാക്കിംഗ് ഓഫ് ബോൾട്ട് ഷുഡ് ഹാവ് എ പിച്ച് ഇൻ എ ലൈൻ നോട്ട് എക്സീഡിങ്. ടാക്കിംഗ് ബോൾട്ടോ ടാക്കിംഗ് റിവറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ടാക്കിംഗ് ബോൾട്ടും ടാക്കിംഗ് റിവറ്റും എന്താണെന്ന് ശ്രദ്ധിക്കുക. നമുക്ക് RCCയിലെ ഡബൽ ബാർസ് അല്ലെങ്കിൽ ഹാങ്ങർ ബാർസ് എന്നൊക്കെ പറയുന്ന പോലെ നോൺ ഡിസൈൻ ആയിട്ടുള്ള ബോൾട്ടുകളാണ് ഇവിടെ ടാക്കിംഗ് ബോൾട്ട് എന്ന് പറയുന്നത്. 2 പേർപ്പസിനാണ് ടാക്കിംഗ് ബോൾട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന്, നമുക്കൊരു വലിയൊരു കണക്ഷൻ ഉണ്ട്, ലൈറ്റ് ലോഡാണ് ആ കണക്ഷനിൽ വരുന്നത്. അപ്പോൾ ഞാൻ ബോൾട്ടിൻ്റെ എണ്ണം 4 ഉണ്ട്, അത് യൂണിഫോംലി ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. പക്ഷേ 2 ബോൾട്ടുകൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് Pmax അല്ലെങ്കിൽ മാക്സിമം പിച്ചിനേക്കാൾ വലുതാവുന്നു എന്ന സിറ്റുവേഷൻ വന്നാൽ, ഞാൻ മാക്സിമം പിച്ച് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ ഇടയിൽ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ബോൾട്ടുകൾ കൊടുക്കും. അതിനെയാണ് ഞാൻ ടാക്കിംഗ് ബോൾട്ട് എന്ന് പറയുന്നത്. അതല്ലാതെ രണ്ടാമത് ഇത് കൊടുക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ 2 ആംഗിൾ സെക്ഷൻസ് ഞാൻ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്യുവാണെങ്കിൽ, ഇതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ലെഗുകളെ കണക്ട് ചെയ്ത് ഇതിനെ ഒരു സിംഗിൾ യൂണിറ്റ് പോലെ കീപ്പ് ചെയ്യാൻ വേണ്ടിയും ഞാൻ ടാക്കിംഗ് റിവറ്റ്സ് അല്ലെങ്കിൽ ടാക്കിംഗ് ബോൾട്ട് കൊടുക്കും. എനിക്ക് ഇങ്ങനെ ഒരു ആംഗിൾ സെക്ഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു ആംഗിൾ സെക്ഷൻ ഉണ്ട്, ഒരു ബേസ് പ്ലേറ്റിൽ ഇത് ഇരിപ്പുണ്ട്. ഞാൻ ഇതിനെ ഇവിടെ പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്തു, ബോൾട്ട് യൂസ് ചെയ്ത് കണക്ട് ചെയ്തു. പക്ഷേ ഇത് രണ്ടും ഒരു എൻറ്റയർ ഡിഫറെൻറ്റ് കമ്പോണൻറ്റ് പോലെ ബിഹേവ് ചെയ്യും. ഇതിനെ ഒരുമിച്ച് ബിഹേവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ബോൾട്ടും കൂടി കൊടുക്കുന്നു. ഇതിനെയാണ് ഞാൻ ടാക്കിംഗ് ബോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങളിലേക്ക് നീളമുള്ള ഒരു സെക്ഷനാണെന്ന് വിചാരിക്കുക. അപ്പം
ഓരോ ഈക്വൽ സ്പേസിങ്ങിൽ ടാക്കിംഗ് ബോൾട്ട് ആ ലെങ്തിലേക്ക് അറേഞ്ച്ഡ് ആയിരിക്കും. അപ്പോൾ ടാക്കിംഗ് ബോൾട്ടിന് പി മാക്സ് ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അല്ലെങ്കിൽ പിച്ച് മാക്സിന് ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്. നമുക്ക് കംപ്രഷൻ മെമ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ടെൻഷൻ മെമ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നോർമൽ ബോൾട്ടിന് നമുക്ക് ടെൻഷൻ മെമ്പറിലെ പി മാക്സ് എന്ന് പറയുന്നത് 16T or 200 mm ആണ്. കംപ്രഷൻ മെമ്പറിലെ പി മാക്സ് എന്ന് പറയുന്നത് 12T or 200 mm ആണ്. ടാക്കിംഗ് ബോൾട്ടിലേക്ക് വരുമ്പോൾ പ്ലേറ്റിലാണെങ്കിൽ 32T or 300 mm വിച്ച് എവർ ഈസ് ലീസ്റ്റ്, അത് ഇവിടെ കിടപ്പുണ്ട്. കംപ്രഷൻ മെമ്പർ ആംഗിൾസോ ചാനൽസോ ടി സെക്ഷൻസോ പ്ലേറ്റ് അല്ലാതെ വേറെ ഈ പറയുന്ന ആംഗിൾസ് ചാനൽസ് ടി സെക്ഷൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ആസ് എ കംപ്രഷൻ മെമ്പറെങ്കിൽ 600 mm ആണ് മാക്സിമം. ടെൻഷൻ മെമ്പറായിട്ടാണ് അത് യൂസ് ചെയ്യുന്നതെങ്കിൽ 1000 mm ആണ് മാക്സിമം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആപ്ലിക്കബിൾ ആയതുകൊണ്ട് ഓൾ ഓഫ് ദി എബോവ് ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ടാക്കിംഗ് ബോൾട്ടിൻ്റെ സ്പേസിങ്ങിൻ്റെ 3 ക്രൈറ്റീരിയാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 plates of thickness 16 mm and 10 mm are to be joined by double V butt weld. ഓക്കെ, അപ്പോൾ 2 പ്ലേറ്റ് 16 mm and 10 mm ബട്ട് ജോയിൻ്റ് ആണ്. വെൽഡ് ചെയ്തു. ഓക്കെ, ദ ജോയിൻ്റ് ഇസ് സബ്ജക്റ്റഡ് ടു എ ടെൻസൈൽ ഫോഴ്സ് ഓഫ് 280 kN. ജോയിൻ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വെൽഡിലെ ഫോഴ്സ് വിച്ച് ഇസ് 280 kN ആണ്. ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 280. ഡ്യൂ ടു സം റീസൺ ദ എഫക്റ്റീവ് ലെങ്ത് ഓഫ് വെൽഡ് കുഡ് ബി പ്രൊവൈഡഡ് വാസ് 170 mm. 170 mm ലെങ്ത് നിങ്ങളിലേക്കാണ് വെൽഡിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഗിവൺ ദാറ്റ് ദ അലോവബിൾ സ്ട്രെസ് ഇൻ ബട്ട് വെൽഡ് ഇൻ ടെൻഷൻ ഈസ് 150 N/mm², വാട്ട് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദി വെൽഡ്? ഓക്കെ, 150 N/mm² ആണ് അലോവബിൾ സ്ട്രെസ് ഇൻ ബട്ട് വെൽഡ് ഇൻ ടെൻഷൻ. വാട്ട് ഈസ് ദി സ്ട്രെങ്ത് ഓഫ് ദി വെൽഡ്? ഓക്കെ, അത് സിമ്പിളാണ്. നമുക്ക് ഓൾറെഡി എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. ഫോഴ്സ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്ട്രെസ്, ആക്സിയൽ സ്ട്രെസ്, അലോവബിൾ സ്ട്രെസ് 150 N/mm². വെൽഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 170യും 10 mm ലീസ്റ്റ് തിന്നർ പ്ലേറ്റ്. അപ്പോൾ 170 × 10. ഓക്കെ, അപ്പോൾ 17 × 15 35 8 7 255 × 10⁻³ 255 × 10⁻³ അഥവാ 255 kN. അതാണ് നമ്മുടെ ഇവിടുത്തെ സ്ട്രെങ്ത് ഓഫ് ദി വെൽഡ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, സിമ്പിളാണ്. ഇവിടെ ടെൻസൈൽ ഫോഴ്സ് പറഞ്ഞിട്ടുണ്ട്. ടെൻസൈൽ ഫോഴ്സ് 280 ആണ് ജോയിൻറ്റ് സബ്ജക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ടെൻസൈൽ ഫോഴ്സിന് നമ്മൾ വെൽഡ് ചെയ്യുന്നു, ബട്ട് വെൽഡ് ചെയ്യുന്നു. 2 പ്ലേറ്റ് ഡിഫറെൻറ്റ് തിക്നെസ് ആണ്. മിനിമം തിക്നെസ് ഉള്ള പ്ലേറ്റിലേക്കാണ് നമ്മുടെ ഫോക്കസ് അപ്പോഴത്തേക്കും വരുന്നത്. ഡബിൾ വി ബട്ട് വെൽഡാണ്. അപ്പോൾ എനിക്ക് 5/8 T ഒന്നും എടുക്കേണ്ട കാര്യമില്ല. സിംഗിൾ വി ആണെങ്കിൽ മാത്രമേ തിക്നെസ് 5/8 ടൈംസ് ദ തിക്നെസ് ഓഫ് ദ തിന്നർ മെമ്പർ എടുക്കേണ്ട കാര്യമുള്ളൂ ബട്ട് വെൽഡിനകത്ത്. അപ്പോൾ 10 mm നമ്മൾ ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്നു. 170 mm ലെങ്തിലെ വെൽഡ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. 170 mm ലെങ്തിൽ 10 mm തിക്നെസ്സിലാണ് നമ്മുടെ വെൽഡ് പോയിരിക്കുന്നത്. അലോവബിൾ സ്ട്രെസ് ഇൻ ടെൻഷൻ എന്ന് പറയുന്നത് 150 N/mm² ആണ്. അപ്പോൾ വെൽഡിൻ്റെ ഏരിയ നമുക്ക് 170 × 10 എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വെൽഡിൻ്റെ സ്ട്രെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ജോയിൻറ്റിൽ പക്ഷേ സബ്ജക്റ്റ് ചെയ്യപ്പെടുന്നത് അതിനേക്കാൾ വലിയ ഒരു ഫോഴ്സാണ്, വിച്ച് ഇസ് 280. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. As per IS 800-2000, all bolts used in frames designed to resist earthquake load shall be fully tensioned HSFG bolt and fitted bolts. What is the full form of HSFG? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രേഡ് എക്സാംസിന് ചോദിച്ച് കാണാറുണ്ട്.
എയ്ക്കും ചോദിക്കാവുന്നതാണ്. നമുക്ക് രണ്ട് തരം ബോൾട്ടാണ് പ്രധാനമായിട്ടും വരുന്നത്. ഓർഡിനറി ബോൾട്ട് അഥവാ ബ്ലാക്ക് ബോൾട്ട് അഥവാ സിമ്പിൾ കോമൺ ബോൾട്ട്. രണ്ടാമത്തേത് HSFG ബോൾട്ട്, ഹൈ സ്ട്രെങ്ത് ഫ്രിക്ഷൻ ഗ്രിപ്പ് ബോൾട്ട്, വിച്ച് ഇസ് ഹൈ സ്ട്രെങ്ത് ഫ്രിക്ഷൻ ഗ്രിപ്പ് ബോൾട്ട്, ഫ്രിക്ഷൻ ഗ്രിപ്പ് ഓപ്ഷൻ ബി. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? HSFG പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഓർഡിനറി ബോൾട്ടിനേക്കാൾ സ്ട്രെങ്ത് കൂടുതലാണ്. ഓർഡിനറി ബോൾട്ട് ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബെയറിംഗ് ആക്ഷനിലൂടെയാണെങ്കിൽ ഇവിടെ ഫോഴ്സ് ട്രാൻസ്ഫർ നടക്കുന്നത് ഫ്രിക്ഷനിലൂടെയാണ്. സ്റ്റാറ്റിക് ലോഡിങ്ങിൽ മാത്രമേ ഓർഡിനറി ബോൾട്ട് റെക്കമെൻഡഡ് ആയിട്ടുള്ളൂ. എന്നാൽ ഇതാണെങ്കിൽ സ്റ്റാറ്റിക് ആസ് വെൽ ആസ് ഡൈനാമിക് ലോഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ഓർഡിനറി ബോൾട്ട് കമ്പയർഡ് ടു HSFG ബോൾട്ട് ഈസ് വെരി ലോ എന്ന ഒരു പോയിന്റും കൂടി നമുക്കിവിടെ പറയാം. ഓക്കെ നെക്സ്റ്റ്, the web plate and flange plates are connected by a fillet weld. The size of the fillet weld depend upon. ഓക്കെ, വെബ് പ്ലേറ്റും ഫ്ലാഞ്ചും. അപ്പോൾ ഞാനൊരു ഐ സെക്ഷനോ ടി സെക്ഷനോ എടുക്കാം. ടി സെക്ഷൻ്റെ വെബും ഫ്ലാഞ്ചും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഫില്ലറ്റ് വെൽഡ് യൂസ് ചെയ്തിട്ടാണ് കണക്ഷൻ ഇൻഷുർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ക്രോസ് സെക്ഷൻ ഇങ്ങനെ നീളത്തിന് നിങ്ങളിലേക്ക് വരുന്നു, വെൽഡും അതിൻ്റെ കൂടെ അറ്റത്ത് നിന്ന് ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഫില്ലറ്റ് വെൽഡ് നമുക്ക് വരുന്നു. ഓക്കെ, ഇപ്പോൾ ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഫില്ലറ്റ് വെൽഡും ഉണ്ട്, നമുക്ക് ബട്ട് വെൽഡും ഉണ്ട്. പ്രധാനമായിട്ടും ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുമ്പോൾ ഷിയറാണ് അവിടെ ഗവേണിങ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വെൽഡിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ് ഞാൻ അവിടെ യൂസ് ചെയ്യുക. ബട്ട് വെൽഡ് ആണെങ്കിൽ ഈൽഡ് സ്ട്രെങ്ത് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഇൻറ്റു എഫക്റ്റീവ് ലെങ്ത് ഓഫ് വെൽഡ് ഇൻറ്റു ത്രോട്ട് തിക്നെസ് അല്ലെങ്കിൽ എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു ഗാമ MW. ഈ ഫോർമുല വെച്ചിട്ട് എനിക്ക് സ്ട്രെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫില്ലറ്റ് വെൽഡ് കൊടുക്കുന്നത് തന്നെ ബട്ട് വെൽഡിലും ഫില്ലറ്റ് വെൽഡിലും നമ്മൾ ഡിസൈൻ ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഫില്ലറ്റ് വെൽഡ് ഇസ് ഡിസൈൻഡ് ബേസ്ഡ് ഓൺ ഷിയർ. കാരണം അവിടെ ഷിയറിംഗ് ഫെയിലിയർ ആണ് നടക്കാനുള്ള സാധ്യത. നമ്മൾ കോംപ്ലക്സ് സ്ട്രെസ് മോസിലെ ടോപ്പിക്കുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആക്സിയൽ വെൽഡ് ബട്ട് വെൽഡ് ആണെങ്കിൽ നമുക്കവിടെ ആക്സിയൽ ലോഡിങ് ആണെങ്കിൽ ടെൻഷൻ ആക്സിയൽ സ്ട്രെസ് ആണ് അവിടുത്തെ ഗവേണിംഗ് പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ ഷിയർ ഫോഴ്സ് അറ്റ് ദ ജംഗ്ഷൻ അതാണോ, ബെൻഡിങ് സ്ട്രെസ് ഇൻ ദ ഫ്ലാഞ്ച് അതാണോ, ബക്ലിംഗ് ഫോഴ്സ് ഇൻ ദ വെബ് അതാണോ, ഹൊറിസോണ്ടൽ ഷിയർ അറ്റ് ദ ജംഗ്ഷൻ അറ്റ് ദ ഫ്ലാഞ്ച് ആൻഡ് ദി വെബ് അതാണ് നാലാമത്തെ ഓപ്ഷനാണ്. ഫ്ലാഞ്ചും വെബും തമ്മിലുള്ള ജംഗ്ഷനിൽ ഉണ്ടാവുന്ന ഹൊറിസോണ്ടൽ ഷിയർ, ആ ഹൊറിസോണ്ടൽ ഷിയറിനെയാണ് ടേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫില്ലറ്റ് വെൽഡ് കൊടുക്കുന്നത്. വേർട്ടിക്കൽ ഷിയർ ഫോഴ്സ് അറ്റ് ദ സെക്ഷൻ റെസിസ്റ്റ് ചെയ്യുന്നതിന് ഫില്ലറ്റ് വെൽഡിന്, അതായത് എൻ്റെ ഹൊറിസോണ്ടൽ ഷിയർ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഫില്ലറ്റ് വെൽഡിൻ്റെ ഈ പോർഷനിൽ ആ എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, വേർട്ടിക്കൽ ഷിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ അത് ഫില്ലറ്റ് വെൽഡിന് അതിനകത്ത് റോളില്ല. അതിനെ കണക്ട് ചെയ്ത് പിടിക്കുന്നതിന് വേർട്ടിക്കൽ ആ കണക്ഷൻ വിട്ടുപോകുന്നതിന് ഇത് ഈ വേർട്ടിക്കൽ ലോഡ് കാരണമാവില്ല. ഇങ്ങനെയുള്ളൊരു എഫക്റ്റാണ് ഇത് സെപ്പറേറ്റ് ഔട്ട് ആവാനുള്ള സിറ്റുവേഷൻ. അത് സംഭവിക്കാതിരിക്കാനാണ് ഞാൻ വെൽഡ് കൊടുത്തതിനെ കണക്ട് ചെയ്യുന്നത്. ബെൻഡിങ് സ്ട്രെസ് ഇൻ ഫ്ലാഞ്ച്, എന്തെങ്കിലും ലോഡ് കാരണം ഇത് ഫ്ലാഞ്ച് ബെൻഡ് ചെയ്യുന്നതിനൊന്നും ഫില്ലറ്റ് വെൽഡ് ഗവേൺ ചെയ്യുന്നില്ല. ബക്ലിംഗ് ഫോഴ്സ് ഇൻ ദ വെബ് ലോക്കലി വളയുന്നതൊന്നും ഇവിടെ ഫില്ലറ്റ് വെൽഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴും ഓർത്തോളണം. ഫില്ലറ്റ് വെൽഡ് ഒരു കംപ്രഷൻ മെമ്പർ, ഒരു ഐ സെക്ഷനോ ടി സെക്ഷനോ പ്ലേറ്റ് ഗേർഡറോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഫ്ലാഞ്ചും വെബും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ ഷിയർ വിച്ച് ഹാപ്പൻസ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ദി ഫ്ലാഞ്ച് ആൻഡ് വെബ് അത് റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫില്ലറ്റ് വെൽഡിൻ്റെ പേർപ്പസ്, വിച്ച് ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി പോയോ പേന? ഓപ്ഷൻ ഡി. നെക്സ്റ്റ് 5 അല്ലേ 7. When load line coincide with the center of gravity of the bolt group in type 1 eccentric connection, then the bolts are subjected to. Okay, നമുക്ക് എക്സെൻട്രിക് കണക്ഷൻസ് രണ്ട് വിധത്തിലുണ്ട്. ടൈപ്പ് 1 കണക്ഷനും ടൈപ്പ് 2 കണക്ഷനും. ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ ഇൻ പ്ലെയിൻ എക്സെൻട്രിസിറ്റി, ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് പ്ലെയിൻ എക്സെൻട്രിസിറ്റി. എക്സെൻട്രിക് കണക്ഷൻ എന്ന് പറയുമ്പോൾ കോൺസെൻട്രിക് കണക്ഷനും എക്സെൻട്രിക് കണക്ഷനും തമ്മിലുള്ള വ്യത്യാസം, കോൺസെൻട്രിക് കണക്ഷനകത്ത് ബോൾട്ട് വിൽ ബി സബ്ജക്റ്റഡ് ടു ഡയറക്റ്റ് ഷിയർ ഓർ ആക്സിയൽ ഫോഴ്സസ്. എക്സെൻട്രിക് കണക്ഷൻസിനകത്ത് ബോൾട്ട് വിൽ ബി സബ്ജക്റ്റഡ് ടു ടോർഷൻ ആൻഡ് ബെൻഡിങ് അലോങ് വിത്ത് ഡയറക്റ്റ് ഷിയർ ഓർ ആക്സിയൽ ഫോഴ്സ്. അപ്പോൾ
ഒരു ടൈപ്പ് 1 എക്സെൻട്രിക് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ അവിടെ ഷിയർ പ്ലസ് ടോർഷൻ ആയിരിക്കും ബോൾട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഷിയർ പ്ലസ് ബെൻഡിങ്. ഇതിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണേണ്ടത്. ഇപ്പോൾ ഇവിടെ ടൈപ്പ് 1 കണക്ഷൻ ആണ്. ടൈപ്പ് 1 കണക്ഷനകത്ത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബോൾട്ട് ഗ്രൂപ്പുമായിട്ട് ലോഡ് ലൈൻ കോയിൻസൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബോൾട്ട് ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു കണക്ഷൻ വരച്ചാൽ എനിക്കൊരു മെമ്പറുണ്ട്. ഇവിടെ ബോൾട്ട് ഞാൻ ഒരു 5 ബോൾട്ട് കൊടുത്തതിനെ കണക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബോൾട്ട് ഗ്രൂപ്പിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഈ ഗ്രീൻ പോർഷനാണ്. എൻ്റെ ലോഡ് ഇവിടെ ലോഡ് കോയിൻസൈഡ് വിത്ത് ദ ലോഡ് ലൈൻ കോയിൻസൈഡ് വിത്ത് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബോൾട്ട് ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ലോഡ് ലൈൻ വരച്ചു. എന്നിട്ട് എൻ്റെ സ്ട്രക്ചറിൽ ഞാൻ ഇവിടെയാണ് ലോഡ് കൊടുക്കുന്നത്. ഇവിടെ ലോഡ് കൊടുത്തു. ഈ പൊസിഷനിൽ ഈ ലോഡ് ലൈന് കോയിൻസൈഡ് വിത്ത് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബോൾട്ട് ഗ്രൂപ്പ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ബോൾട്ടിൽ വൺലി ഷിയർ മാത്രമേ ഉണ്ടാവുള്ളൂ. വൺലി ഷിയർ. അല്ലാന്നുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഷിയർ പ്ലസ് ടോർഷൻ എഫക്റ്റ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം ചിലപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു ബോൾട്ടായിരിക്കും എൻ്റെ ബോൾട്ടിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ഉണ്ടാവുക. ചിലപ്പോൾ ബോൾട്ട് ഉണ്ടാവണമെന്നുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റാൻഡം ലോഡുണ്ട്. അത് ലോഡ് ലൈൻ ബോൾട്ടിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ അല്ല പോകുന്നത്. പക്ഷേ ബോൾട്ട് ഗ്രൂപ്പിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ഏതെങ്കിലും ഒരു ബോൾട്ടിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ബോൾട്ടിൽ മാത്രം ഷിയറേ ഉണ്ടാവുള്ളൂ. അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഇതെങ്ങനെയാണ് ടൈപ്പ് 1 ടെൻഷൻ മെമ്പർ ആവുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഈ ഫോഴ്സ് ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റുമായിട്ട് റിസോൾവ് ആയി കഴിഞ്ഞാൽ ഷിയറും ഉണ്ടാക്കും, ടോർഷനും ഉണ്ടാക്കും. അതിൻ്റെ മൊമെൻ്റ് ഇതിനെ തിരിക്കാനാണ് നോക്കുന്നത്. വിച്ച് ഇസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ടൈപ്പ് 1 എക്സെൻട്രിക് കണക്ഷൻ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തിയറിയിൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ടൈപ്പ് 1 എക്സെൻട്രിക് കണക്ഷൻസിനകത്ത് വൺലി ഷിയർ കണ്ടീഷൻ വരുന്നത് ബോൾട്ട് ഗ്രൂപ്പിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുമായിട്ട് ലോഡ് ലൈൻ പാസ് ചെയ്താൽ എവറി ബോൾട്ട് വിൽ ബി സബ്ജക്റ്റഡ് ടു ഓൺലി ഷിയർ. 1. 2, ബോൾട്ട് ഗ്രൂപ്പിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബോൾട്ടിൻ്റെ സെൻട്രോയിഡും കോയിൻസൈഡ് ആവുന്നുണ്ടെങ്കിൽ ലോഡ് എങ്ങനെയാണെങ്കിലും ആ പെർട്ടിക്കുലർ ബോൾട്ടിൽ മാത്രം വൺലി ഷിയർ കണ്ടീഷൻ ആയിരിക്കും വരുന്നത്. പക്ഷേ ബാക്കി എല്ലാ ബോൾട്ടിലും ഷിയർ പ്ലസ് ടോർഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ദ ബോൾട്ട്സ് ആർ സബ്ജക്റ്റഡ് ടു വൺലി ഷിയർ എന്ന ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ബോൾട്ട്സ് ആർ സബ്ജക്റ്റഡ് ടു വൺലി ഷിയർ. ഇപ്പോൾ ടൈപ്പ് 2 എക്സെൻട്രിക് കണക്ഷൻ എങ്ങനെയാണെന്നും പാരലലി ഓർക്കുക. ടൈപ്പ് 2 എക്സെൻട്രിക് കണക്ഷൻ എന്ന് പറയുന്നത് ബോൾട്ടിൽ ഷിയറും ബെൻഡിങ്ങും ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കണക്ഷൻ ആയിരിക്കും. ഒരു മെമ്പർ ബോൾട്ട് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ലോഡ് ഇവിടെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഈ എഫക്റ്റിൽ ഈ ബോൾട്ട് എല്ലാം ഒരു കാൻഡിലിവർ ബീം വളയുന്നത് പോലെ വളയും. വിച്ച് മീൻസ് ദ ബോൾട്ട് വിൽ ബി സബ്ജക്റ്റഡ് ടു ബെൻഡിങ്. പിന്നെ ഇങ്ങനെ ഒരു ഫോഴ്സ്, ആ ഫോഴ്സ് ടാൻജൻഷ്യലായിട്ട് ദ ബോൾട്ട് വിൽ ഓൾസോ ബി സബ്ജക്റ്റഡ് ടു ഷിയർ. ഇതാണ് ടൈപ്പ് 2 എക്സെൻട്രിക് കണക്ഷൻ. ഔട്ട് ഓഫ് പ്ലെയിൻ എക്സെൻട്രിസിറ്റി. ഇവിടെ ബോൾട്ടിൻ്റെ പ്ലാൻ വ്യൂ കാണണമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് നോക്കണം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് വൈസ് ഉള്ള വ്യൂ ആണ് കാണാൻ പറ്റുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What is the approximate value of tensile strength governed by yielding of the cross section of a roof truss diagonal 100 into 75 into 6 mm yield strength തന്നിട്ടുണ്ട്. Connected to the gusset plate by 4 mm weld as shown in figure. Take partial safety factor as 1.1. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ഗസറ്റ് പ്ലേറ്റിലേക്ക് ഒരു ആംഗിൾ സെക്ഷൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അൺഈക്വൽ ആംഗിൾ സെക്ഷനാണ്. ലോങ്ങർ ലെഗാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഷോർട്ടർ ലെഗാണ് എൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ലെഗ്. ഇതിൻ്റെ ഏരിയ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യാം. വെൽഡ് 4 mm വെൽഡാണ്. ഈ പോർഷനിലും വെൽഡ് കൊടുത്തിട്ടുണ്ട് 140 mm ലെങ്തിലും. ഇവിടെയും ഒരു വെൽഡ് കൊടുത്തിട്ടുണ്ട് 300 mm ലെങ്തിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ആ ലെങ്ത് ഉള്ളിലേക്കാണ് പോകുന്നത്. ഈ 140ഉം 300ഉം അല്ല. ഓക്കെ,
സോറി 310. അപ്പോൾ ഇവിടെ ചോദ്യം വെൽഡിൻ്റെ സ്ട്രെങ്ത് ആണോ? വാട്ട് ഈസ് ദി അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ടെൻസൈൽ സ്ട്രെങ്ത് ഗവേൺഡ് ബൈ ഈൽഡിംഗ് ഓഫ് ദ ക്രോസ് സെക്ഷൻ ഓഫ് എ റൂഫ് ട്രസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഗ്രോസ് സെക്ഷണൽ ഈൽഡിങ്ങിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഗ്രോസ് സെക്ഷണൽ ഈൽഡിങ്. അപ്പോൾ എ ജി ഇൻറ്റു എഫ് വൈ ഡിവൈഡഡ് ബൈ ഗാമ എം ഒ ആണ് എൻ്റെ ഫോർമുല. ഗ്രോസ് സെക്ഷണൽ ഈൽഡിങ്. ഇത് വെൽഡിൻ്റെ സ്ട്രെങ്ത് അല്ല ചോദിക്കുന്നത്, സെക്ഷൻ്റെ ആണ്. അപ്പോൾ ഈൽഡ് സ്ട്രെങ്ത് ഓഫ് സെക്ഷൻ വിച്ച് ഇസ് 250. ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ 100 അല്ലേ, 100 പ്ലസ് 75 മൈനസ് 6, 175 മൈനസ് 6, 169 ഇൻറ്റു 6. അപ്പോൾ അതാണ് എൻ്റെ ഗ്രോസ് ഏരിയ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഇൻറ്റു 250 ചെയ്ത് 1.1 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 1.1 ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. അത് പറഞ്ഞിട്ടില്ലെങ്കിലും 1.1 യൂസ് ചെയ്യുക. എത്രയാണ് വരുന്നതെന്ന് നോക്കാം. 250 100 ഇൻറ്റു 100 പ്ലസ് 75 175 മൈനസ് 6 169. ഞാൻ 169 എടുക്കുന്നില്ല, ഞാൻ 170 എന്ന് തന്നെ എടുക്കുവാണ്. 170 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 1.1. ഓക്കെ, divided by 1.1. To 50 0 55 by 11 2 230 ആണോ? 230 അപ്രോക്സിമേറ്റ്ലി 230 ആണ് വരുന്നത്. ഒന്ന് ക്രോസ് വെരിഫൈയും കൂടി ഒന്ന് ചെയ്യാം കാൽക്കുലേറ്ററിൽ. 100 പ്ലസ് 75 മൈനസ് 6 ഇൻറ്റു 6. ഏരിയ 1010 തന്നെയാണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത്. ഇത് അതേപടി യൂസ് ചെയ്യാം. ഇൻറ്റു 250 ഡിവൈഡഡ് ബൈ 230 കിലോ ന്യൂട്ടൺ. അപ്രോക്സിമേറ്റ്ലി 230 കിലോ ന്യൂട്ടൺ ആയിരിക്കും വരുന്നത്. ഓക്കെ, വിച്ച് ഇസ് ഓപ്ഷൻ എ. ഓക്കെ, ഇവിടെ വെൽഡിൻ്റെ സ്ട്രെങ്ത് അല്ല ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ ലെങ്തും വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഇവിടെ ക്രോസ് സെക്ഷൻ അണ്ടർ ഈൽഡിങ്, അതാണ് ചോദ്യം. നെക്സ്റ്റ്, ബൈ കൺസിഡറിംഗ് ദ നെറ്റ് ഏരിയ ആസ് AN, ദ അൾട്ടിമേറ്റ് സ്ട്രെസ് ആസ് FU ആൻഡ് ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ആസ് ഗാമ ML, ദ IS കോഡ് ഫോർമുല ഫോർ പ്രിലിമിനറി ഡിസൈൻ ഫോർ ടെൻഷൻ മെമ്പർ ഫോർ ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു റപ്ചർ. Design strength due to rupture, net area, rupture sudden, which means ultimate. അപ്പോൾ AN design strength due to rupture, AN into FU, net area into ultimate divided by gamma ML. അതാണ് നമ്മുടെ ഫോർമുല. പക്ഷേ നമുക്ക് IS കോഡിൽ നമുക്ക് ആൽഫ എന്ന ഫാക്ടർ ഉണ്ട്. ആൽഫ വാല്യൂ ടിയറിങ്ങിൻ്റെ ബേസിസിൽ 0.6 0.7 0.8 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. നമുക്ക് 0.9 എന്ന അല്ലെങ്കിൽ 90% റിഡക്ഷനും കൂടി അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറും കൂടി നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ 0.9 ഇൻറ്റു AN ഇൻറ്റു FU ഡിവൈഡഡ് ബൈ ഗാമ ML. നമ്മുടെ IS കോഡ് നെറ്റ് ഏരിയ ഇൻറ്റു അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറിൽ നിർത്തുന്നില്ല. 90% അതിൻ്റെ യൂസ് ചെയ്യുന്നുള്ളൂ. ഫാക്ടർ ഇല്ലാതെ ഈ ഫോർമുല ഒരു സ്ഥലത്തും യൂസ് ചെയ്യുന്നില്ല, അത് ശ്രദ്ധിച്ചോളണം. അതല്ലെങ്കിൽ ആൽഫ എന്ന ഫാക്ടർ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ബോൾട്ട് ആ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഇറ്റ് ക്യാൻ ഹാവ് എ വാല്യൂ അബൌട്ട് 0.6 to 0.8. നെക്സ്റ്റ്, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഫെയിലിയർ ഓഫ് സ്റ്റീൽ ടെൻഷൻ മെമ്പർ ദ ഫെയിലിയർ ഓഫ് ദ മെമ്പർ ഒക്കർ അലോങ് എ പാത്ത് ഇൻവോൾവിംഗ് ടെൻഷൻ ഓൺ വൺ പ്ലെയിൻ ആൻഡ് ഷിയർ ഓൺ എ പെർപെൻഡിക്കുലർ പ്ലെയിൻ അലോങ് ദി ഫാസ്റ്റ്നേഴ്സ്. ഓക്കെ, നമ്മൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫെയിലിയർ ആണ്. 4 ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ബ്ലോക്ക് ഷിയർ ഫെയിലിയർ ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ബ്ലോക്ക് ഷിയർ ഫെയിലിയർ എന്താണെന്നൊന്ന് ക്വിക്കായിട്ട് റീകളക്ട് ചെയ്യാം. എനിക്ക് ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്, ഞാൻ ഇവിടെ ഒരു പ്ലേറ്റ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട്
ഞാനിവിടെ ബോൾട്ട് കൊടുത്ത് ഞാനിവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയം എൻ്റെ പ്ലേറ്റ് ഞാൻ ഈ വരയ്ക്കുന്ന ഗ്രീൻ ബൗണ്ടറി നോക്കിക്കോ, ആ ഗ്രീൻ ബൗണ്ടറിയിൽ കൂടെ പ്ലേറ്റ് പൊട്ടി വരും. ഓക്കെ, അപ്പോൾ സോറി അവിടെ ഷേപ്പ് ചെറുതായിട്ടൊന്ന് ഓക്കെ. അപ്പോൾ ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് എനിക്ക് ഈ ഫോഴ്സിൻ്റെ എഫക്റ്റ് ഇവിടെ ടെൻഷനായിട്ടായിരിക്കും ഈ പ്ലെയിനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ആക്ഷൻ റിയാക്ഷൻ. ഈ പ്ലെയിനിൽ ഷിയർ ആയിട്ടായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ഷിയർ പ്ലെയിൻ, ഇത് എൻ്റെ ഷിയർ പ്ലെയിൻ, ഇതെൻ്റെ നോർമൽ പ്ലെയിൻ. ഒരു നോർമൽ പ്ലെയിൻ, രണ്ട് ഷിയർ പ്ലെയിൻ. അതാണ് ഇവിടെ ടെൻഷൻ പ്ലെയിൻ, ടെൻഷൻ ഓൺ വൺ പ്ലെയിൻ ആൻഡ് ഷിയർ ഓൺ എ പ്ലെയിൻ ഓൺ എ പെർപെൻഡിക്കുലർ പ്ലെയിൻ അലോങ് ദി ഫാസ്റ്റ്നേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഗ്രോസ് സെക്ഷണൽ ഈൽഡിങ്. ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മൾ മിനിമം എഡ്ജ് ഓർ എൻഡ് ഡിസ്റ്റൻസ് എൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇത് രണ്ട് രീതിയിൽ നമുക്ക് സംഭവിക്കാം. നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യരുത്. അത് എങ്ങനെയാണ് വരുന്നതെന്ന് ആലോചിക്കുക. ഒന്ന്, ടെൻഷൻ പ്ലെയിൻ ഈൽഡ് ചെയ്ത് ഷിയർ പ്ലെയിൻ റപ്ചർ ചെയ്യാം, അല്ലെങ്കിൽ ഷിയർ പ്ലെയിൻ ഈൽഡ് ചെയ്ത് ടെൻഷൻ പ്ലെയിൻ റപ്ചർ ചെയ്യാം. രണ്ട് രീതിയിൽ ഈ കാര്യങ്ങൾ സംഭവിക്കും. പക്ഷേ ഇത് നമുക്കൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സാധനമല്ല. മോസ്റ്റ് ലൈക്ലി ഈ ചെക്ക് എപ്പോഴും സേഫ് ആയിരിക്കും. എസ്പെഷ്യലി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സഫീഷ്യൻ്റ് എഡ്ജ് ഓർ എൻഡ് ഡിസ്റ്റൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ടെൻഷൻ മെമ്പറിൽ നമ്മൾ കൂടുതൽ വെറീഡ് ആവേണ്ടത് ഗ്രോസ് സെക്ഷണൽ ഈൽഡിങ്ങും നെറ്റ് സെക്ഷണൽ റപ്ചർ എന്ന് പറയുന്ന രണ്ട് കണ്ടീഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ 3 ഓപ്ഷൻസും കൂടി കിടപ്പുണ്ട്. ഗ്രോസ് സെക്ഷണൽ ഈൽഡിങ് AG × FY ഡിവൈഡഡ് ബൈ ഗാമ MO, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ടെൻഷൻ മെമ്പേഴ്സിൽ. ഇത് ബോൾട്ടിലും എനിക്ക് പറയാം. ബോൾട്ടിൻ്റെ ഗ്രോസ് ഏരിയ അഥവാ ഏരിയ ഓഫ് ഷാങ്ക് ഞാൻ യൂസ് ചെയ്യണം. ലോക്കൽ വെബ് ബക്ലിംഗ് യൂഷ്വലി I സെക്ഷൻസിനും T സെക്ഷൻസിനും പ്ലേറ്റ് ഗേർഡേഴ്സിനും ഒക്കെയാണ് വരുന്നത്. കംപ്രസീവ് എഫക്റ്റ് കാരണം ബീമായിട്ടത് യൂസ് ചെയ്യുമ്പോൾ വെബ് തിക്കും സ്ലെൻഡറും ആയത് കാരണം വളഞ്ഞു പോകുന്ന അവസ്ഥേനെയാണ് ലോക്കലൈസ്ഡ് വെബ് ബക്ലിംഗ് അഥവാ ക്രിപ്ലിംഗ് എന്ന് പറയുന്നത്. നെറ്റ് സെക്ഷണൽ റപ്ചർ, പൊട്ടിപ്പോകുന്ന സിറ്റുവേഷൻ. പ്ലേറ്റ് വലിക്കുമ്പോൾ വലിഞ്ഞു പൊട്ടുന്നതിന് പകരം പെട്ടെന്ന് ടക്കനെ പൊട്ടുന്നൊരവസ്ഥ അൾട്ടിമേറ്റ് ആണ് അവിടെ ഗവേൺ ചെയ്യുന്നത്. ആൽഫ × AN × FU ഡിവൈഡഡ് ബൈ ഗാമ ML ആണ് നമ്മൾ നെറ്റ് സെക്ഷണൽ റപ്ചറിനെ ഡിസ്കസ് ചെയ്യുന്ന ഫോർമുല. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The type of stress induced in the foundation bolt fixing a column to its footing is. Okay, column bases and splices-ൽ വരുന്ന ചോദ്യമാണ്. ഫൗണ്ടേഷൻ ബോൾട്ട്, ഇത് നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഊഹിക്കാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു കോളം സെക്ഷൻ ഉണ്ട്. ഞാൻ എന്ത് സെക്ഷനാണെന്ന് കാണിക്കുന്നില്ല. ഒരു ചാനൽ സെക്ഷൻ്റെ ബാക്ക് സൈഡ് ആയിരിക്കും. ഞാൻ ഒരു ബേസ് പ്ലേറ്റ് കോളം ബേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ആംഗിൾ പിടിപ്പിച്ചു, ഇവിടെ ഒരു ആംഗിൾ പിടിപ്പിച്ചു, ഇവിടെ ഒരു ആംഗിൾ പിടിപ്പിച്ചു. എന്നിട്ട് ഞാൻ ബോൾട്ട് അടിച്ച് ഈ കോളത്തിനെ ഞാനിവിടെ ബേസുമായിട്ട് കണക്ട് ചെയ്ത് പിടിപ്പിച്ചു. ഒരു കോളമാണ്, ഇതിൻ്റെ അടിയിൽ ഫൗണ്ടേഷൻ കമ്പോണൻ്റൊക്കെ വരും. അപ്പോൾ കോളത്തിൽ കംപ്രസീവ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ കോളം എവിടെ ഇരുന്നോളുമല്ലോ മര്യാദയ്ക്ക്. നമ്മൾ കണക്ട് ചെയ്തിട്ടില്ലെങ്കിലും കോളം മര്യാദയ്ക്ക് ഇവിടെ വെർട്ടിക്കലി നിന്നോളും. നമ്മൾ ഓരോ ഉറപ്പിന് കണക്ട് ചെയ്യുന്നേ ഉള്ളൂ. കോളം ചരിഞ്ഞു പോകാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. മൊമെൻ്റ് വന്നു കഴിഞ്ഞാൽ കോളം ചരിഞ്ഞു പോകും. ഹൊറിസോണ്ടൽ ലോഡ് വന്നു കഴിഞ്ഞാൽ കോളം ചരിഞ്ഞു പോകും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബൈ ആക്സിയൽ ബെൻഡിങ്, യൂണി ആക്സിയൽ ബെൻഡിങ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. അപ്പോൾ ഈ കോളം ഇങ്ങനെ ചരിയുമ്പോൾ ഈ കോളം മറിഞ്ഞ് വീഴാതിരിക്കാൻ ഈ കണക്ഷൻ ആയിട്ടുള്ള ബോൾട്ടാണ് അതിനെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ബോൾട്ട് ബേസിക്കലി ബോൾട്ടിനെ ഇങ്ങനെ ഇളക്കി വലിച്ച് പൊക്കി എടുത്തുകൊണ്ട് വരാനായിരിക്കും ഈ കോളം. ഞാനാണ് കോളമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് മറിയുവാണ്. അപ്പോൾ ഞാൻ ബോൾട്ടിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് മറിയുമ്പോൾ എൻ്റെ കൈ ബേസിക്കലി ബോൾട്ടിനെ ഇങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കാനുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ബോൾട്ടിനെ സംബന്ധിച്ച് അപ്പോൾ ബോൾട്ടിൽ എന്തായിരിക്കും വരാൻ പോകുന്ന ഫോഴ്സ്? ബെൻഡിങ് ആണോ? അല്ല. ബെയറിംഗ് ആണോ? അല്ല. ടെൻഷൻ, പ്യുവർ ടെൻഷൻ ആയിരിക്കും എൻ്റെ ബോൾട്ടിൽ വരാൻ പോകുന്നത്. കംപ്രഷൻ ആണെന്ന് വിചാരിക്കരുത്. അത് പെട്ടെന്ന് കോളം എന്നൊക്കെ കേൾക്കുമ്പോൾ കോളത്തിലെ ബോൾട്ടിൽ കംപ്രഷൻ വരുമോ എന്നൊക്കെ സംശയം തോന്നും. അല്ല,
കോളത്തിനെ പിടിച്ചു നിർത്തുന്ന ബോൾട്ട് അത് തറയിരിക്കണം. കോളം എണീച്ച് പോകാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ മറിഞ്ഞ് വീഴാൻ നോക്കുമ്പോൾ ബോൾട്ടാണ് അതിനെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ബോൾട്ടിലൊരു ടെൻഷനാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അടുത്തത്, ആസ് പെർ IS 800 ദ എഫക്റ്റീവ് സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് ലേസ്ഡ് കോളം ഷാൽ ബി ടേക്കൺ ആസ് ഡാഷ് ടൈംസ്, ആ ഡാഷ് അവിടെ ഇല്ല, ഡാഷ് ടൈംസ് ദ ആക്ച്വൽ മാക്സിമം സ്ലെൻഡർനെസ് റേഷ്യോ ഇൻ ഓർഡർ ടു അക്കൗണ്ട് ഫോർ ഷിയർ ഡിഫോർമേഷൻ എഫക്റ്റ്. സ്റ്റാൻഡേർഡ് വാല്യൂ, കോളത്തിനെ കണക്ട് ചെയ്ത് സിംഗിൾ യൂണിറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലേസിങ്സും യൂസ് ചെയ്യുന്നുണ്ട്, ബാറ്റൻസും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലേസിങ്സ് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് മെമ്പേഴ്സ് ആണ്. 40 to 70 ഡിഗ്രി ഇൻക്ലിനേഷൻ വിത്ത് ദി ഹൊറിസോണ്ടൽ ഉണ്ടാവുന്ന സാധനമാണ്. ബാറ്റൻസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ആണ്. ലേസിങ്സിലെയും ബാറ്റൻസിലെയും ട്രാൻസ്വേഴ്സ് ഫോഴ്സ് എന്ന് പറയുന്നത് 2.5% ഓഫ് ദി ആക്സിയൽ ലോഡായിട്ട് എടുക്കണം എന്നാണ് IS കോഡ് പറയുന്നത്. കോളം പ്യുവർ കംപ്രഷനിലാണെങ്കിൽ ബാറ്റൻസ് യൂസ് ചെയ്യാനും കോളം കംപ്രഷൻ പ്ലസ് ബെൻഡിങ്ങിലാണെങ്കിൽ ലേസിങ്സ് യൂസ് ചെയ്യണം എന്നുമാണ് IS കോഡ് പറഞ്ഞിരിക്കുന്നത്. രണ്ടിടത്തും മാക്സിമം സ്ലെൻഡർനെസ് റേഷ്യോ 145 ആണ്. മിനിമം മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 3 times ദ ഡയാമീറ്റർ. നമ്മുടെ ചോദ്യം ഇവിടെ ചോദ്യം സ്ലെൻഡർനെസ് റേഷ്യോ ആണ്. ആ സ്ലെൻഡർനെസ് റേഷ്യോ ലേസിങ്സിൽ എങ്ങനെ ഇൻക്രീസ് ചെയ്യണം എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഷിയർ ഡിഫോർമേഷൻ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി 5% ഇൻക്രീസ് ചെയ്യണം എന്നാണ്. അപ്പോൾ എൻ്റെ എഫക്റ്റീവ് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് ആക്ച്വൽ സ്ലെൻഡർനെസ് റേഷ്യോൻ്റെ 5% ഇൻക്രീസ് ചെയ്യണം, വിച്ച് മീൻസ് 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1.05 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ചോദ്യം. എന്നാൽ ഇത് ബാറ്റൻസിലോട്ട് വരുമ്പോൾ ഇത് 1.1 അഥവാ 10% ഇൻക്രീസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വിഡ്ത്ത് ഓഫ് ദ ലേസിംഗ് എന്ന് പറയുന്നത് 1/40 ടൈംസും 1/60 ടൈംസും 1/50 ടൈംസും ഒക്കെ വരുന്നുണ്ട്. അത് 1/50 ആണ് നമ്മുടെ ബാറ്റൻസിനകത്ത് വരുന്നത്. ലേസിങ്സിനകത്താണ് സിംഗിൾ ലേസിങ്ങും ഡബിൾ ലേസിങ്ങും അനുസരിച്ച് 1/40 ആൻഡ് 1/60 വരുന്നത്. അതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3 times ദി ഡയാമീറ്റർ, വെർ D is the 3 times the diameter of the bolt, 3D ആണ് വരുന്നത്. പിന്നെ ലേസിങ്സിനകത്ത് ആക്സിയൽ ഫോഴ്സ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ V/2 sin θ, V/4 sin θ ഫോർ സിംഗിൾ ആൻഡ് ഡബിൾ ലേസിങ്. എന്നാൽ ബാറ്റൻസിലോട്ട് വരുമ്പോൾ ആക്സിയൽ ഫോഴ്സ് അല്ല, ഷിയറും ബെൻഡിങ്ങും ആണ്. VC/2N ആണ്, VC/NS ആണ്. ആദ്യം പറഞ്ഞത് ബെൻഡിങ്ങിൻ്റെയും രണ്ടാമത് പറഞ്ഞത് ഷിയറിൻ്റെയും ഫോർമുല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം ചോദിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അത് തന്നെയാണ് അടുത്ത ചോദ്യം അല്ലേ. ആസ് പെർ IS 800 ഇൻ ദ ഡിസൈൻ ഓഫ് ലേസ്ഡ് കോളംസ് ദ റേഷ്യോ ഓഫ് തിക്നെസ് ഓഫ് ലേസിംഗ് ഫ്ലാറ്റ് ടു ഇറ്റ്സ് എഫക്റ്റീവ് ലെങ്ത് ഷാൽ നോട്ട് ബി ഇഫ് എ സിംഗിൾ ലേസിംഗ് സിസ്റ്റം ഈസ് അഡോപ്റ്റഡ് 1/40th ഓഫ് ദി എഫക്റ്റീവ് ലെങ്ത് ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. shall not be greater than 1/40th of the effective length. Effective length എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. If a single lacing system is adopted 1/60 ആണ് ഡബിൾ ലേസിംഗ് അഡോപ്റ്റ് ചെയ്യുവാണെങ്കിൽ. നെക്സ്റ്റ്, which one of the following curve represent a moment rotation relationship of ideal flexible connections shown in the figure below? ഇത് സിമ്പിളാണ് അല്ലേ. ഐഡിയലി ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ മൊമെന്റ് റെസിസ്റ്റേ ചെയ്യുന്നില്ല, ഭയങ്കരമായ റൊട്ടേഷൻ, വിച്ച് മീൻസ് കർവ് ഇ. ഐഡിയലി ഫ്ലെക്സിബിൾ. കർവ് എ എന്ന് പറഞ്ഞാൽ ഐഡിയലി റിജിഡ്, അനങ്ങുന്നില്ല, എല്ലാ മൊമെന്റ്സിനെയും റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ലോ സ്റ്റിഫ്നെസ്, ഇന്റർമീഡിയറ്റ് സ്റ്റിഫ്നെസ്, ഹൈ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞിട്ട് DCB കർവുകളെ എനിക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കർവ് ഇ ആണ് ഫ്ലെക്സിബിൾ കണക്ഷൻ, ഐഡിയലി ഫ്ലെക്സിബിൾ കണക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫിഗർ. ഓപ്ഷൻ ഡി. മാച്ച് ദി ഫോളോയിങ്. പ്ലഗ് വെൽഡ് ഏതാണ്, ഫില്ലറ്റ് വെൽഡ് ഏതാണ്, സ്ലോട്ട് വെൽഡ് ഏതാണ്, ബട്ട് വെൽഡ് ഏതാണ്? ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല, നമുക്ക് ഇവിടെ മാച്ച് ചെയ്യാം. ഒന്ന്, ഇവിടെ പ്ലഗ് വെൽഡ് എന്ന് പറഞ്ഞാൽ രണ്ട് മെമ്പർ ഒരേ പ്ലെയിനിൽ കണക്ട് ചെയ്യുന്നു, ആക്സിയൽ സ്ട്രെസ് ആണ്. ബട്ട് വെൽഡ് എന്ന് പറഞ്ഞാൽ രണ്ട് മെമ്പർ ഒരേ പ്ലെയിനിൽ കണക്ട് ചെയ്യുന്നു, ആക്സിയൽ സ്ട്രെസ് ആണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ബട്ട് വെൽഡിനെ എടുത്ത് 2 മാർക്ക് ചെയ്യാം. ഫില്ലറ്റ് വെൽഡ് ഷിയർ ആണ്, ട്രയാങ്കുലർ പാറ്റേണിലാണ് അതിൻ്റെ നൊട്ടേഷൻ, അതിനെ എടുത്ത് ബിയിലോട്ട് മാർക്ക് ചെയ്യാം. പ്ലഗ് വെൽഡും സ്ലോട്ട് വെൽഡും ആക്ച്വലി ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഫില്ലറ്റ് വെൽഡ്. ഫില്ലറ്റ് വെൽഡ് കൊണ്ട് മാത്രം മതിയാവാതെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന അഡീഷണൽ വെൽഡുകളാണ് ഈ പ്ലഗും സ്ലോട്ടും എന്ന് പറയുന്നത്. ഇത് തമ്മിൽ ഇത്രയേ ഉള്ളൂ വ്യത്യാസം. എനിക്ക് ഒരു സ്ഥലത്ത് വെൽഡ് ചെയ്യണം,
എനിക്കൊരു പ്ലേറ്റ് ഇവിടെ ഉണ്ട്, വേറൊരു പ്ലേറ്റ് ഇവിടെ ഉണ്ട്. എനിക്ക് ഇത്രയും ലെങ്ത് വെൽഡ് ചെയ്യാൻ അവൈലബിൾ ആണെന്ന് വിചാരിച്ചോ. പക്ഷേ എൻ്റെ ഡിസൈൻ പ്രകാരം എനിക്ക് ഇത്രയും ലെങ്ത് പോരാ, എനിക്ക് കുറച്ചും കൂടി ലെങ്ത് വേണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ പ്ലേറ്റിനകത്ത് ഞാനൊരു സ്ലോട്ട് ഉണ്ടാക്കും, ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കും. ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഞാൻ വെൽഡ് ചെയ്യും. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എക്സ്ട്രാ ലെങ്ത് വെൽഡിന് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ കിട്ടി. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന വെൽഡിനെയാണ് ഞാൻ ഈ സ്ലോട്ടിലാണ് കൊടുക്കുന്നത്, സ്ലോട്ട് വെൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലോട്ട് വെൽഡിനെ എനിക്ക് ആ ഫിഗർ പ്രകാരം ഇതിലോട്ട് മാർക്ക് ചെയ്യാം. ആദ്യം വരുന്ന പ്ലഗ് വെൽഡ്. പ്ലഗ് വെൽഡ് എന്ന് പറഞ്ഞാലും ഇതേ അവസ്ഥ തന്നെയാണ്. എനിക്കിപ്പോൾ ഈ സ്ലോട്ട് കൊടുത്തു, അല്ലെങ്കിൽ എനിക്ക് സ്ലോട്ട് കൊടുക്കാൻ തോന്നുന്നില്ല, സ്ലോട്ടിന് പകരം ഞാൻ വേറെ എന്തെങ്കിലും ഓപ്ഷൻ നോക്കണം. അപ്പോൾ വേറെ ഓപ്ഷൻ നോക്കാൻ, അല്ലെങ്കിൽ സ്ലോട്ട് ഉണ്ട് എന്നിട്ടും പോരാ, ഞാൻ വീണ്ടും വെൽഡിന് ലെങ്ത് വേണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ പ്ലേറ്റിനെ കട്ടൊന്നും ചെയ്യൂല. ഞാൻ പ്ലേറ്റിനകത്ത് ഒരു ഓപ്പണിംഗ് എവിടെയെങ്കിലും ഉണ്ടാക്കും, ഒരു സർക്കുലർ ഓപ്പണിംഗ്. എന്നിട്ട് ആ ഓപ്പണിങ്ങിനകത്ത് ഞാൻ മൊത്തമായിട്ട് വെൽഡ് ചെയ്ത് വയ്ക്കും. ഓക്കെ, ബൗണ്ടറി കൂടെ അല്ല, മൊത്തമായിട്ട് വെൽഡ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന വെൽഡിനെയാണ് ഞാൻ പ്ലഗ് വെൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലഗ് വെൽഡ് ഞാൻ ഓപ്ഷൻ 4 മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ A4 B1 C3 D2 ഇതാണ് നമ്മുടെ ആൻസർ. അടുത്തത്, the flange is classified as plastic if the outside element of compression flange of rolled section is less than dash. വളരെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ, which is 9.4. ഈ വാല്യൂ ഓർത്ത് വെച്ചോ. ഇത് ആക്ച്വലി നമ്മുടെ ബീംസ് എന്ന ചാപ്റ്ററിനകത്ത് വരുന്നതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് IS 800 കിടക്കുന്ന ഒരു വാല്യൂ ആണ്. ഇത് സെമി കോമ്പാക്റ്റ് സ്ലെൻഡർ എന്നൊക്കെ പറഞ്ഞിട്ട് റെഡ്യൂസായി പോവും ഈ വാല്യൂസ്. അപ്പോൾ റെഡ്യൂസ് ആയല്ല, വേറെ വാല്യൂ പോവും. 10.5 എപ്സിലോൺ കിടക്കുന്ന ഒരു വാല്യൂ ആണ് സെമി കോമ്പാക്റ്റ്. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, പ്ലാസ്റ്റിക് ആസ്പെക്റ്റിൽ മാത്രമുള്ള ഈ വാല്യൂ നോക്കിയാൽ മതി. 9.4 ടൈംസ് ദി എപ്സിലോൺ. പക്ഷേ ഇവിടെ പഠിക്കാൻ നിന്നാൽ എല്ലാം പഠിക്കേണ്ടി വരും. ഒരുപാട് സാധനങ്ങളുണ്ട് ബൈ ഹാർട്ട് ചെയ്യാൻ. IS 800 ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ ഈ ബക്ലിംഗ് ക്ലാസ്, അതുപോലെ തന്നെ ഈ സ്ലെൻഡർനെസ് റേഷ്യോയ്ക്കകത്ത് ബക്ലിംഗ് കേഴ്സിനകത്ത് വരുന്ന വേറെ കുറേ സാധനങ്ങൾ, ഈ കംപ്രഷൻ മെമ്പറിലെ കുറേ ഫോർമുലാസ് അത്രയ്ക്കൊന്നും ഡെപ്തിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല. അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇല്ലാത്തത് കൊണ്ട് PYQ ആസ്പെക്റ്റിൽ അതിനെ പഠിച്ചെടുക്കുക, ക്വസ്റ്റ്യൻ സോൾവിങ്ങിലൂടെ അത് പഠിച്ചെടുക്കുക. എസ്പെഷ്യലി ഈ ബീമും പ്ലേറ്റ് ഗേർഡേഴ്സ് എന്നും പറയുന്ന ചാപ്റ്റേഴ്സ്. നെക്സ്റ്റ്, ദ മാക്സിമം ഡിഫ്ലക്ഷൻ ഇൻ എ സ്റ്റീൽ ബീം ഷുഡ് നോട്ട് എക്സീഡ്. ഓക്കെ, ഇത് ഓർത്ത് വെച്ചാൽ മൊത്തത്തിൽ നമ്മൾ 3 ഡിഫ്ലക്ഷൻസ് ആണ് പഠിക്കുന്നത്. RCC സ്പാൻ ബൈ 250, അത് ഒരു ഫ്രെയിംഡ് സ്ട്രക്ചറായിട്ട് നിൽക്കുമ്പോൾ, അതായത് ഒരു ഫ്രെയിംഡ് സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ബീമും സ്ലാബും കോളവും മാത്രം ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ സ്പാൻ ബൈ 250. എന്നാൽ ആഫ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ഫിനിഷസ് പാർട്ടീഷൻസ് എല്ലാം ആണെങ്കിൽ സ്പാൻ ബൈ 350 ഓർ 20 mm. അതായത് നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്തു, ഫ്ലോർ വർക്ക് ചെയ്തു, ഫ്ലോറിങ് ചെയ്തു, അങ്ങനെയുള്ള ഡെഡ് ലോഡുകളെല്ലാം അപ്ലൈ ആയി, അതിനുശേഷമുള്ള ഡിഫ്ലക്ഷൻ സ്പാൻ ബൈ 350 ഓർ 20 mm. പിന്നെ വിച്ച് ഈസ് ലെസ്. പിന്നെ പ്രീ സ്ട്രെസ്സിലോട്ട് വരുമ്പോൾ നമ്മൾ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണം നമുക്കൊരു അപ്വേർഡ് ഡിഫ്ലക്ഷൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ബോട്ടം സൈഡിൽ കംപ്രഷൻ വരുമ്പോൾ ടോപ്പിൽ ടെൻഷൻ വരുന്ന കാരണം ബീം അപ്വേർഡായിട്ടൊരു ഡിഫ്ലക്റ്റ് പോസിബിലിറ്റി. അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് സ്പാൻ ബൈ 300 ആണ്. അതാണ് RCCയിൽ വരുന്ന 3 ഡിഫ്ലക്ഷൻ. സ്റ്റീലിലോട്ട് വരുമ്പോൾ ബീമിനകത്ത് അത് സ്പാൻ ബൈ പ്രീ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ടല്ല, ബീമിലോട്ട് വരുമ്പോൾ സ്പാൻ ബൈ 325 ആണ് നമ്മുടെ സ്പെക്കിൽ പറയുന്ന വാല്യൂ. ഇതാണ് നമ്മൾ കാണുന്ന 4 ഡിഫറെൻ്റ് ഡിഫ്ലക്ഷൻ വാല്യൂസ്. ഓപ്ഷൻ D. ഓക്കെ, നെക്സ്റ്റ്, എ ബീം സെക്ഷൻ ഈസ് ക്ലാസിഫൈഡ് ആസ് ലോ ഷിയർ കേസ് വെൻ ദ ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് ഇസ് ലെസ് ദാൻ. ഇതും ഓർത്ത് വെച്ചോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. 0.6D ലോ ഷിയർ കേസ്. ഇത് ബീമിൻ്റെ ഡിസൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ബീമിൻ്റെ ഡിസൈൻ മൊമെൻറ്റും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഇൻറ്റു ഈൽഡ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഗാമ MO ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മൊമെൻറ്റ് ഫോർമുല ബീമിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബീറ്റ ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് വാല്യൂസ്. അത് തിയറി ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ്, മാച്ച് ദി ഫോളോയിങ്. എ സ്ട്രക്ചറൽ മെമ്പർ സബ്ജക്റ്റഡ് ടു ഡയറക്റ്റ് ടെൻഷൻ ഓർ കംപ്രഷൻ. ബട്ട് വെൽഡ് അല്ലേ? എ സ്ട്രക്ചറൽ മെമ്പർ സബ്ജക്റ്റഡ് ടു ഡയറക്റ്റ് ടെൻഷൻ ഓർ കംപ്രഷൻ. ടൈപ്സ് ഓഫ് വെൽഡ്. അപ്പോൾ A നമുക്ക് 4 മാർക്ക് ചെയ്യാം.
A4 ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ബാക്കി എന്തായാലും നോക്കാം. ജോയിനിങ് ടു സർഫസസ് അപ്രോക്സിമേറ്റ്ലി അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ, ഫില്ലറ്റ് വെൽഡ്. ഫില്ലറ്റ് വെൽഡ് 60 to 120 ഡിഗ്രി റേഞ്ചിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് ആംഗിൾസ് അതിനകത്ത് വരുന്നു. എ ഹോൾ ഈസ് മെയ്ഡ് in one of the component and the welding is done around the periphery of the hole, slot C1. Pressure is applied continuously, seam welding. Seam welding ഒരു type of welding ആണ്, type of pressure welding. 4312 which is option C. Okay, അതും എളുപ്പം. Next, C. The interaction equation for checking the bolt for combined shear and tension is. Okay, ഇതൊരു എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. നമ്മൾ ടൈപ്പ് 2 എക്സെൻട്രിക് കണക്ഷൻ അഥവാ ഔട്ട് ഓഫ് പ്ലെയിൻ എക്സെൻട്രിക് കണക്ഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിലേഷനാണ് ഇത്. നമ്മുടെ RCCയിലും വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലും പറയുന്നുണ്ട്, ലിമിറ്റ് സ്റ്റേറ്റിലും പറയുന്നുണ്ട്. അതായത് ഇവിടെ ടെൻഷൻ ഷിയർ വരുന്നത് ഇവിടെ ടെൻഷൻ ഡ്യൂ ടു ബെൻഡിങ് എന്നാണ്. ബെൻഡിങ്ങിൽ നിന്ന് വരുന്ന ടെൻഷൻ ടൈപ്പ് 2 കണക്ഷൻ. അതായത് എനിക്ക് വി ബി ഡിവൈഡഡ് ബൈ വി ഡി ബി ദ ഹോൾ സ്ക്വയർ. ഇത് നമ്മുടെ വി ബി എന്ന് പറയുന്നത് നമ്മുടെ ഷിയർ ഫോഴ്സ്, വി ഡി ബി എന്ന് പറയുന്നത് ഡിസൈൻ ഷിയർ ഫോഴ്സ് ഇൻ ബോൾട്ട്, പ്ലസ് ടി ബി അല്ലേ, ടി ബി ഡിവൈഡഡ് ബൈ ടി ഡി ബി ബെൻഡിങ് കാരണം വരുന്ന ടെൻഷൻ ഫോഴ്സ്, ഡിസൈൻ ടെൻഷൻ ഫോഴ്സ് ദ ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ എവിടെയാണ് ഓപ്ഷൻ സ്ക്വയർ വന്നിട്ടുള്ള ഓപ്ഷൻ ബി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഈ 1.4 എവിടെയാണെന്നാണ് ചോദ്യം. ഈ 1.4 ആക്ച്വലി നമ്മുടെ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലാണ്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ നൊട്ടേഷൻസ് ചെറിയ വ്യത്യാസമുണ്ട്. ടൗ ആണ് സ്ട്രെസ് വെച്ചിട്ടാണ് അത് പറയുന്നത്, ഫോഴ്സ് വെച്ചിട്ടല്ല പറയുന്നത്. ടൗ ഡിസൈൻ, ടൗ വി കാൽക്കുലേറ്റഡ് ഡിവൈഡഡ് ബൈ ടൗ ഡിസൈൻ പ്ലസ് സിഗ്മ ബി അല്ലെങ്കിൽ സിഗ്മ ടി ബോൾട്ട് കാൽക്കുലേറ്റഡ് ഡിവൈഡഡ് ബൈ സിഗ്മ ഡിസൈൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.4. സ്ക്വയർ ഇല്ല, അവിടെ സ്ക്വയർ ഇല്ല. ഇത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലാണ്. ഈ ടൈപ്പ് 2 കണക്ഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ ഇത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലാണ്. ഇതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇതും ചോദിക്കാവുന്നതാണ്. നമ്മുടെ IS 800-ൽ ഇത് കിടപ്പുണ്ട്. ആ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷേ അതേ നൊട്ടേഷൻ, അതേ ഓപ്ഷൻ വിത്ത് ചേഞ്ച്ഡ് നൊട്ടേഷൻ ഇവിടെ കിടപ്പുണ്ട്. വി ബി ബൈ വി ഡി ബി ഡിവൈഡഡ് ബൈ പ്ലസ് ടി ബി ബൈ ടി ഡി ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.4. ഓപ്ഷൻ സിയിൽ അത് കിടപ്പുണ്ട്. ഓക്കെ, അടുത്തത് 21. The vertical stiffeners and horizontal stiffeners are used for plate girders. Simple, to prevent web buckling. എന്താണ് സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം. ഒരു പ്ലേറ്റ് ഗേർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലാർജ് ഐ ബീമിനെയാണ് നമ്മൾ പ്ലേറ്റ് ഗേർഡർ എന്ന് പറയുന്നത്. അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 1 to 3 മീറ്റർ വരെ പോകുന്ന ഐ സെക്ഷൻസ്, പ്ലേറ്റ് ഗേർഡേഴ്സ്. ഹെവി ലോഡാണ് ഇവിടെ സബ്ജക്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. അപ്പോൾ എനിക്കുള്ള ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ നല്ല നീളത്തിന് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് ഈ വെബ് പ്ലേറ്റും ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഈ സൈഡ് വ്യൂ വരയ്ക്കാമേ. ഈ സൈഡ് വ്യൂ അല്ലെങ്കിൽ ഇവിടെ ഞാനിങ്ങനെ കുറച്ച് മെമ്പേഴ്സ് കാണിച്ചിട്ട് സൈഡ് വ്യൂ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, പച്ച കളറിൽ വരച്ചിരിക്കുന്ന കമ്പോണൻസ് നോക്കുക. എനിക്ക് പ്ലേറ്റ് ഗേർഡേഴ്സിനകത്ത് ഒരുപാട് സ്റ്റിഫനേഴ്സ് ഉണ്ട്. ഡയഗണൽ സ്റ്റിഫനേഴ്സ്, ബെയറിംഗ് സ്റ്റിഫനേഴ്സ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റിഫനേഴ്സ്, ട്രാൻസ്ഫർ സ്റ്റിഫനേഴ്സ്. അപ്പോൾ അതിനകത്ത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഇതിപ്പോൾ സൈഡ് വ്യൂ ആണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വ്യൂ. ഇതാണ് എൻ്റെ കംപ്രഷൻ ഫ്ലാഞ്ച്, ഇത് ടെൻഷൻ ഫ്ലാഞ്ച്, ഇതെൻ്റെ വെബ്. അപ്പോൾ ഈ വെബ് എൻ്റെ ക്രോസ് സെക്ഷൻ നോക്കിക്കേ. എൻ്റെ വെബ് ഭയങ്കര സ്ലെൻഡർ അല്ലേ, അതുപോലെ ലോങ്ങുമാണ്. അപ്പോൾ ഈ വെബ് ഇങ്ങനെ വളയാൻ ചാൻസ് ഉണ്ട്. ഈ ബീമിൻ്റെ ഈ ലോഡ് ഇങ്ങനെ വരുമ്പോൾ വെബ് മാത്രമായിട്ട് വളയാനുള്ള അവസ്ഥയുണ്ട്. ക്രിപ്ലിംഗ് അഥവാ ബക്ലിംഗ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്റ്റിഫനേഴ്സ് എലോങ് ദി ലെങ്ത് കണക്ട് ചെയ്യും, അക്രോസ് ദി ലെങ്തും കണക്ട് ചെയ്യും. ഇതിനെയാണ് ഞാൻ ട്രാൻസ്വേഴ്സ് സ്റ്റിഫനേഴ്സ് എന്നും ഇതിനെയാണ് ഞാൻ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റിഫനേഴ്സ് എന്നും പറയുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പർപ്പസ് എന്ന് പറയുന്നത് വെബിൻ്റെ ബക്ലിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ചിലപ്പോൾ ഡയഗണൽ സ്റ്റിഫ്നേഴ്സ് ആയിട്ടും കണക്ട് ചെയ്യും. സെയിം പേർപ്പസ് ആണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറെയും കുറേ സ്റ്റിഫ്നേഴ്സ് ഉണ്ട്. അത് തിയറി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻ്റെ ബേസിസിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാവുന്നത് ഈ സ്റ്റിഫ്നേഴ്സ് ആണ്. അപ്പോൾ വെർട്ടിക്കൽ സ്റ്റിഫ്നേഴ്സ് അഥവാ ട്രാൻസ്വേഴ്സ് സ്റ്റിഫ്നേഴ്സ്, ഹൊറിസോണ്ടൽ സ്റ്റിഫ്നേഴ്സ് അഥവാ ലോഞ്ചിറ്റ്യൂണൽ സ്റ്റിഫ്നേഴ്സ് ആർ യൂസ്ഡ് ഫോർ പ്ലേറ്റ് ഗേർഡേഴ്സ് ടു പ്രിവെൻറ്റ് വെബ് ബക്ലിംഗ്. വെബ് ബക്ലിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ. വെബ് ക്രിപ്ലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഇവിടെ കിടപ്പുണ്ട്. ക്രിപ്ലിംഗ് എന്ന് പറയുന്നത് ലോക്കലൈസ്ഡ് ബക്ലിങ്ങിനെയാണ് നമ്മൾ ക്രിപ്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഐ സെക്ഷൻ്റെ വെബ് മൊത്തമായിട്ട് ബക്കിൾ ചെയ്യുന്ന അവസ്ഥ, ഇതാണ് വെബ് ബക്ലിംഗ്. എന്നാൽ ഈ ക്രിപ്ലിംഗ് യൂഷ്വലി സംഭവിക്കുക ലോക്കലൈസ്ഡ് പുവർ മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. എനിക്ക് ഇവിടെ ലോക്കലി ചെറുതായിട്ടൊരു വളവ് വരുന്നൊരു സിറ്റുവേഷൻ, അതാണ് ഞാൻ ക്രിപ്ലിംഗ് എന്ന് പറയുന്നത്. അത് എന്തെങ്കിലും സ്ട്രെസ് കോൺസെൻട്രേഷൻ കാരണമോ അല്ലെങ്കിൽ വെൽഡ് ചെയ്തപ്പോൾ എന്തെങ്കിലും ഡിഫക്റ്റ് പറ്റിയത് കാരണമോ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ മോശം ക്വാളിറ്റിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് കാരണമോ അത് സംഭവിക്കാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി. അടുത്തത്, ദ ബോൾട്ട് ഇൻ എക്സെൻട്രിക്കലി ലോഡഡ് കണക്ഷൻ ഷോൺ ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ വിച്ച് ബോൾട്ട് ഈസ് സബ്ജക്റ്റഡ് ടു മാക്സിമം വാല്യൂ ഓഫ് റിസൾട്ടൻറ്റ് ഫോഴ്സ്. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ തിയറി ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പെട്ടെന്ന് നമുക്ക് നോക്കാം, ഇതെങ്ങനെ വളരെ ക്വിക്കായിട്ട് നോക്കാം. ആദ്യം ഈ ബോൾട്ട് ഗ്രൂപ്പിൻ്റെ സെൻട്രോയിഡ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അത് ഇവിടെ ആയിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ബോൾട്ടിലും ഈക്വലി ഒരു ഷിയർ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. 6 ബോൾട്ട് ഉണ്ട്. 10/6 എന്ന് പറയുന്ന ഷിയർ ഫോഴ്സ് എല്ലാ ബോൾട്ടിലും ഷിയറിൻ്റെ റിയാക്ഷൻ ഒരേ ഡയറക്ഷനിൽ ഒരേ മാഗ്നിറ്റ്യൂഡിൽ എക്സ്പീരിയൻസ് ചെയ്യും. എല്ലാ ബോൾട്ടിനും ഒരു റേഡിയൽ ഡിസ്റ്റൻസ് കാണും. ആ റേഡിയൽ ഡിസ്റ്റൻസ് ഇങ്ങനെ എനിക്ക് മാർക്ക് ചെയ്യാം, 3. ഓക്കെ, റേഡിയൽ ഡിസ്റ്റൻസ് കൂടിയാൽ സ്വാഭാവികമായിട്ടും വരുന്ന ടോർഷൻ കാരണം ഉണ്ടാവുന്ന ഷിയർ ഫോഴ്സിൻ്റെ എഫക്റ്റ് കൂടും. അപ്പോൾ റേഡിയൽ ഡിസ്റ്റൻസ് കൂടിയിരിക്കുന്നത് ഇവിടെ 1, 6, 3, 4 എന്ന് പറയുന്ന 4 ബോൾട്ടുകളിലാണ്. 2ഉം 5ൻ്റെയും റേഡിയൽ ഡിസ്റ്റൻസ് അത്രയും കൂടുതലല്ല. അതായത് റേഡിയൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബോൾട്ടിൻ്റെ സെൻറ്ററും ബോൾട്ട് ഗ്രൂപ്പിൻ്റെ സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഓരോ ബോൾട്ടിൻ്റെയും റേഡിയൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2ഉം 5ഉം എൻ്റെ പിക്ചറിൽ നിന്ന് പോയി. 1, 3, 6, 4. ഇനി നെക്സ്റ്റ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഇത് ന്യൂമറിക്കലി കണ്ടുപിടിക്കാം. അത് തിയറി ക്ലാസ്സിൽ പറഞ്ഞു. കോമ്പറ്റേറ്റീവ് എക്സാമിന് വളരെ ക്വിക്കായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ലോഡിൻ്റെ ഡയറക്ഷൻ ലൈൻ ഞാൻ വരയ്ക്കുവാണ്. ലോഡ് ഇങ്ങനെയാണല്ലോ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വെർട്ടിക്കൽ ലൈനാണ്. അപ്പോൾ എല്ലാ ബോൾട്ടിലൂടെയും ഞാൻ ഒരു ലൈൻ വരയ്ക്കുന്നു പാരലൽ ടു ദി ലോഡ് ലൈൻ. അപ്പോൾ എനിക്ക് ബോൾട്ട് 1ലൂടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ബോൾട്ട് 2ൻ്റെയും 3ൻ്റെയും സെൻട്രോയിഡിൽ കൂടെ തന്നെ പോകും. ബോൾട്ട് 5ഉം 6ൻ്റെയും 4ൻ്റെയും കോമൺ ആയിട്ടൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, സ്റ്റാഗേർഡ് ബോൾട്ടിങ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ലൈൻ എന്ന് പറയുന്നത് 3 ബോൾട്ടിനും കോമൺ ആണ്. ഈ ലൈൻ എന്ന് പറയുന്നത് 3 ബോൾട്ടിനും കോമൺ ആണ്. ഏത് ലൈനാണോ എൻ്റെ ലോഡ് ലൈനിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആ ലൈനിലായിരിക്കും ക്രിട്ടിക്കൽ ബോൾട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ 6ഉം 5ഉം 4ഉം അതിൻ്റെ ലൈനാണ് എൻ്റെ ലോഡിൻ്റെ ലൈനുമായിട്ട് അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ 6ഉം 5ഉം 4ലുമാണ് എൻ്റെ ക്രിട്ടിക്കൽ ബോൾട്ട് ഉണ്ടാവാൻ പോകുന്നത്. റേഡിയൽ ഡിസ്റ്റൻസ് പ്രകാരം 5 പിക്ചറിൽ നിന്ന് പോയി, പിന്നെ 6ഉം 4ഉമാണ്. അതിലേതാണ് ക്രിട്ടിക്കൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിനും ഒരേ റേഡിയൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ വരുന്ന ഫോഴ്സും ടോർഷൻ കാരണം ഉണ്ടാവുന്ന ഫോഴ്സും ഷിയർ കാരണം ഉണ്ടാവുന്ന ഫോഴ്സും രണ്ടും സെയിം ആയിരിക്കും. പിന്നെ അതിൻ്റെ ആംഗിളിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ഏതെങ്കിലും ഒന്ന് ഗവേൺ ചെയ്യാം. പക്ഷേ നമ്മുടെ ഭാഗ്യത്തിന് ഇവിടെ 6ലും 4ലും ഏതാണ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 4 and 6 എന്ന് പറയുന്ന ഓപ്ഷൻ സി എടുക്കാം. പക്ഷേ നമ്മൾ തിയറി ക്ലാസ്സിൽ ഇത് വിത്ത് ന്യൂമറിക്കൽ നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കാം, ഏതാണ് ക്രിട്ടിക്കൽ ബോൾട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ഹൊറിസോണ്ടൽ ലോഡാണ് കൊടുക്കുന്നതെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് വേണം ഈ പരിപാടി ചെക്ക് ചെയ്യാൻ. ഇൻക്ലൈൻഡ് ലോഡാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൈൻഡ് ലൈൻ വരച്ചിട്ടും ഇതേ കാര്യം ചെക്ക് ചെയ്യാം. അത് വാല്യൂ അല്ല ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അപ്രോച്ചിലൂടെ നിങ്ങൾക്ക് ആൻസറിൽ അറൈവ് ചെയ്യാൻ പറ്റും.
23. In a roof truss, if pitch is half, the slope is the angle of inclination with the horizontal would be. And slope grammatically പ്രശ്നമുണ്ട്. പിച്ച് ഹാഫ് ആണെങ്കിൽ സ്ലോപ്പ് എത്രയായിരിക്കും എന്നാണ്. റൂഫ് ട്രസ് സ്പാൻ L, ഇതാണ് എൻ്റെ ഹൈറ്റ്, ഇതാണ് എൻ്റെ ലെങ്ത്. അപ്പോൾ h/L എന്ന് പറയുന്നത് 1/2 ആണ്, അഥവാ h = L/2. ഓക്കെ, ഇനി ആംഗിൾ ആണ് ചോദിക്കുന്നത്. ഇൻക്ലിനേഷൻ ആംഗിൾ, ഇതാണ് ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ h/L/2 ചെയ്യണം. അപ്പോൾ tan θ = h/L/2. h എന്ന് പറയുന്നത് ഓൾറെഡി L/2 എന്ന് കിട്ടി. L/2/L/2 which is 1. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് 45 ഡിഗ്രി. ഓപ്ഷൻ ബി. റൂഫ് ട്രസ്സിനകത്ത് ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിച്ചേക്കാം. 24. The value of design wind speed is 35.2. Okay, 35.2. Then determine the value of the design wind pressure. അപ്പോൾ വിൻഡ് പ്രഷറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. വിൻഡ് സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഫോർമുല ഉണ്ട്, വിച്ച് ഇസ് 0.6. വിൻഡ് പ്രഷർ ഇസ് ഈക്വൽ ടു 0.6 × Vz². ഇപ്പോൾ വിൻഡ് സ്പീഡ് എനിക്ക് 35 വെച്ച് ചെയ്യാൻ പറ്റുമോ? 35 വെച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം വാല്യൂസ് കുറച്ച് അടുത്തടുത്താണ്. 35.2 വെച്ച് തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ 35.2 വെച്ച് സ്ക്വയർ, അല്ലെങ്കിൽ 35 ഞാൻ ചെയ്ത് പറയാം. നിങ്ങൾ പാരലലി 35.2 ചെയ്ത് നോക്കുക. മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ സമയമെടുക്കും. 35.2 സ്ക്വയർ × 0.6 743. 743.42 ആണ് എനിക്കിവിടെ വരുന്ന ഡിസൈൻ വിൻഡ് പ്രഷർ. ഓക്കെ, ഞാൻ 35.2 വെച്ച് തന്നെയാണ് ഞാൻ കാൽക്കുലേറ്ററിൽ നോക്കിയത്. ഇത് 35.2 എന്ന് ചോദിക്കാൻ പറ്റില്ല. 35 എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പം ചെയ്യാം. ഫോർമുല പ്രഷർ എന്ന് പറയുന്നത് 0.6 × Vz². വിൻഡ് പ്രഷർ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഈ ഫോർമുല ഓർത്ത് വെച്ചേക്കുക. റൂഫ് ട്രസ്സിലാണ് നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. ഈ ഫോർമുല IS 875 പാർട്ട് 3 നിന്ന് എടുത്തിരിക്കുന്നതാണ്. 25. Which one of the following is not mode of failure of a member under factored tensile force? ഒരു ടെൻസൈൽ ഫോഴ്സിൽ സംഭവിക്കാത്ത ഫെയിലിയർ ഏതാണ്? ഗ്രോസ് സെക്ഷണൽ ഈൽഡിങ് ടെൻഷനിലാണ് സംഭവിക്കുന്നത്, ഇത് പോയി. ക്രഷിംഗ് കംപ്രഷനിലാണ് സംഭവിക്കുന്നത്, ഇത് എടുക്കാം. നെറ്റ് സെക്ഷണൽ റപ്ചർ വലിഞ്ഞിട്ട് പൊട്ടുന്നതാണ്, ഇതും ടെൻഷനിലാണ്, ഇത് പോയി. ബ്ലോക്ക് ഷിയർ ഫെയിലിയർ, അതും ടെൻഷനിലാണ്. നമ്മൾ കുറച്ച് മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ അതിൻ്റെ ലോഡ് എങ്ങനെ വരുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കംപ്രഷനിൽ നടക്കുന്ന ഫെയിലിയർ ആണ് ക്രഷിംഗ്. അതാണ് നമ്മുടെ ഇവിടെ ആൻസറും, ഓപ്ഷൻ ബി. 26. The design compressive stress of axially loaded compression member is given by FCD = psi. അത് psi ആണ്, എക്സ് അല്ല. നമുക്ക് തൽക്കാലം എക്സ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. x × Fy / Γ/mo, where x is the stress reduction factor and is given by. ഓക്കെ, ഇത് നമ്മുടെ പെറി റോബർട്ട്സൺസ് ഫോർമുലയാണ്. പെറി റോബർട്ട്സൺസ് ഫോർമുല യൂസ്ഡ് ഫോർ കംപ്രഷൻ മെമ്പേഴ്സ്. ഇപ്പോൾ നമ്മുടെ ഡിസൈൻ സ്ട്രെസ് എന്ന് പറയുന്നത് Fy / Γ/mo / 5 + phi² - λ² the whole raised to 0.5. ഇതാണ് പെറി റോബർട്ട്സൺസ് ഫോർമുല. അപ്പോൾ ഈ 1/5 + phi² - λ² the whole raised to 0.5-നെയാണ് നമ്മൾ ഇവിടെ psi അഥവാ x എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്, വിച്ച് ഇസ് ഓപ്ഷൻ ബി. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ലാംഡ ഉണ്ട്, ഫൈ ഉണ്ട്. ഫൈ ഒരു റിഡക്ഷൻ ഫാക്ടർ. ലാംഡ എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് സ്ലെൻഡർനെസ് റേഷ്യോ ആണ്, ആക്ച്വൽ സ്ലെൻഡർനെസ് റേഷ്യോ അല്ല. അതിന് ഫോർമുലയുണ്ട്. ഇവിടെ ഫൈക്കും ഒരു ഫോർമുലയുണ്ട്. അതിനകത്ത് ബക്ലിംഗ് ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ആൽഫ എന്ന് പറയുന്ന ഒരു ഇംപെർഫെക്ഷൻ ഫാക്ടർ വരുന്നുണ്ട്. ക്ലാസ് ABCD എന്ന് പറഞ്ഞ് 4 ക്ലാസ്സുകൾക്ക് 4 ഡിഫറെൻറ്റ് ഇംപെർഫെക്ഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. പറ്റുമെങ്കിൽ ആ ഇംപെർഫെക്ഷൻ ഫാക്ടേഴ്സിൻ്റെ വാല്യൂസ് ഒന്ന് നോക്കിയിട്ട് പോവാം. പെറി റോബർട്ട്സൺസ് ഫോർമുല ഡയറക്റ്റ്ലി യൂസ് ചെയ്തിട്ടല്ല IS 800 കംപ്രഷൻ മെമ്പേഴ്സിനെ ഡിസൈൻ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ബക്ലിംഗ് കർവ്സും കൂടി യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അടുത്ത ചോദ്യം. ബാറ്റൻസ് ഷുഡ് ബി ഡിസൈൻഡ് ഫോർ മൊമെന്റ്സ് ഡ്യൂ ടു ട്രാൻസ്വേഴ്സ് ഷിയർ ഓഫ് P ആക്സിയൽ ലോഡ് N നമ്പർ ഓഫ്
planes of battens, transverse distance between centroid of the bolt group, lateral shear force on column. Okay, നമുക്ക് രണ്ട് ഫോർമുലയാണ്. ബാറ്റൻസ് ഞാൻ പറഞ്ഞു, ബാറ്റൻസ് ബെൻഡിങ് മൊമെന്റ്, ബാറ്റൻസിൽ വരുന്ന ബെൻഡിങ് മൊമെന്റ് VC ഡിവൈഡഡ് ബൈ 2N ആണ്. ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് VC ഡിവൈഡഡ് ബൈ NS ആണ്. ഓക്കെ, V ആണ് എൻ്റെ ഷിയർ ഫോഴ്സ്, ട്രാൻസ്വേഴ്സ് ഷിയർ ഫോഴ്സ് 2.5% ഓഫ് ദി ആക്സിയൽ ലോഡ്. ഇവിടെ N എന്ന് പറയുന്നത് ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ എക്സാക്ട്ലി നമ്പർ പ്ലെയിൻസ് ഓഫ് ബാറ്റൻസ് അല്ല. എന്നിന് നമുക്ക് എയ്തർ 2ഓ 1ഓ ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നിൻ്റെ വാല്യൂ 2 എടുക്കണം. ആക്ച്വലി അത് എങ്ങനെയാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരു കോളമുണ്ട്, ഇവിടെ ഒരു കോളമുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ബാറ്റൺ കൊടുത്തു, ഇവിടെ ഒരു ബാറ്റൺ കൊടുത്തു, ഇവിടെ ഒരു ബാറ്റൺ കൊടുത്തു. ആക്ച്വലി മിനിമം 4 ബാറ്റൺ കൊടുക്കണമെന്നാണ്. 2 എൻഡ് ബാറ്റൻസും 2 ഇൻ്റർമീഡിയറ്റ് ബാറ്റൻസും. ഞാനിപ്പോൾ അത് വരയ്ക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഇവിടെ ബാറ്റൻസിനെ ബോൾട്ട് വെച്ച് കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് S എന്ന് പറഞ്ഞ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അത് നമ്മുടെ പ്ലേറ്റിൻ്റെ ഈ കംപ്രഷൻ മെമ്പറിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്നും പറയാറുണ്ട്. ബോൾട്ട് ഗ്രൂപ്പിൻ്റെ സെൻട്രോഡിൽ നിന്ന് സെൻട്രോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്നും പറയാറുണ്ട്. എസ്പെഷ്യലി ബാറ്റൻസ് ഫുൾ ലെങ്തിൽ വരുമ്പോൾ അത് രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ C എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. C എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഏതാണ് V എന്ന് പറയുന്ന ഷിയർ ഫോഴ്സ്. ഇവിടെ N എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ 2 ചാനൽ സെക്ഷൻസിനെ കണക്ട് ചെയ്തിട്ടാണ് ഞാനൊരു കോളം ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ സെക്ഷൻ ഉണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ സെക്ഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു ചാനൽ സെക്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ പോർഷനിലും ബാറ്റൻസ് വരും, ഈ പോർഷനിലും ബാറ്റൻസ് വരുമല്ലോ. അപ്പോൾ അതിനർത്ഥം ഈ വ്യൂ ആണ് ഞാൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഈ കാണുന്നത് ഈ ഫ്രണ്ടിലുള്ള ബാറ്റൻസ് ആണ്. ഈ കാണുന്ന 3 എണ്ണം അല്ല, നമുക്ക് 4 എണ്ണം തന്നെ വരയ്ക്കാം. 4 ബാറ്റൻസ് മിനിമം ഉണ്ടാവണം. എന്നാൽ ഇതിൻ്റെ ബാക്കിൽ ഇപ്പുറത്തെ വശവും ഇതുപോലെ 4 ബാറ്റൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ഷിയർ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഷിയർ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ ഷിയർ വരുവാണെങ്കിൽ ഇതൊരു ബീമിൻ്റെ ബിഹേവിയർ പോലെ ചിന്തിച്ചാൽ, ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഈ ഫ്രണ്ടിലുള്ള ബാറ്റണും ബാക്കിലുള്ള ഏറ്റവും മുകളിൽ നിൽക്കുന്ന ബാറ്റണും ആണ് ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചില കോളത്തിനകത്ത് ഇത് രണ്ടും ഒരേ ലെവലിലായിരിക്കും. അതായത് ഈ ബാറ്റൻ്റെ എക്സാക്ട്ലി അതേ ലെവലിലായിരിക്കും അതിൻ്റെ ബാക്കിലുള്ള ബാറ്റൺ നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 2 ഡിഫറെൻറ്റ് ലെവലിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ രണ്ടും ഒരേ ലെവലിലാണെങ്കിൽ, വിച്ച് ഇസ് ദ മോസ്റ്റ് കോമൺ സിനാരിയോ, N2. രണ്ടും ഡിഫറെൻറ്റ് ലെവലിലാണെങ്കിൽ N1 ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ 4 ബാറ്റൺ ഉണ്ടെന്ന് പറഞ്ഞ് N എടുത്ത് 4 ഇടാൻ പറ്റില്ല. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ Nൻ്റെ വാല്യൂ 2. രണ്ടും ഒരേ ലെവലിലാവുമ്പോഴാണ് Nൻ്റെ വാല്യൂ 2. മിക്കവാറും അത് സെയിം അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതേ ലെവലിലൊരു ബാറ്റൺ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതേ ലെവലിലൊരു ബാറ്റൺ, അങ്ങനെ മൊത്തം 8 ബാറ്റൺ, 4 എല്ലാം ഒരേ ലെവലിലാണ് നിൽക്കുന്നത് എങ്കിൽ N2. ഡിഫറെൻറ്റ് ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ N1. പിന്നെ S എന്ന് പറയുന്ന ഓൾറെഡി ഞാൻ ഫിഗറിൽ മാർക്ക് ചെയ്തു. ഇതാണ് S. C എന്തോ എന്നുള്ളത് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ബെൻഡിങ്ങിൻ്റെ ഫോർമുല ആണെങ്കിൽ VC ഡിവൈഡഡ് ബൈ 2N ആണ്. ഷിയറിൻ്റെ ഫോർമുല ആണെങ്കിൽ, ഷിയർ ഫോഴ്സിൻ്റെ ആണെങ്കിൽ VC ഡിവൈഡഡ് ബൈ NS ആണ്. അപ്പോൾ ബാറ്റൻസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഷിയർ ഫോഴ്സിനും ബെൻഡിങ്ങിനുമാണ്. ലേസിങ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ആക്സിയൽ ഫോഴ്സിനാണ്. ഒരു ട്രസ് മെമ്പറിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് ലേസിങ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. 28 പ്ലാസ്റ്റിക് തിയറി. എ ഫിക്സഡ് ബീം മേഡ് അപ്പ് ഓഫ് സ്റ്റീൽ ഇസ് ഷോൺ ഇൻ കൊളാപ്സ്. ദ വാല്യൂ ഓഫ് ലോഡ് P വിൽ ബി ഈക്വൽ ടു. അപ്പോൾ ഇവിടെ കൊളാപ്സ് ലോഡ് സ്റ്റാൻഡേർഡ് കേസ് ആയിട്ടുള്ള സ്ലോപ്പ് ഡിഫ്ലക്ഷൻ വാല്യൂ പഠിക്കുന്നത് പോലെ കൊളാപ്സ് ലോഡിൻ്റെ സ്റ്റാൻഡേർഡ് കേസ് വാല്യൂസും പഠിക്കുക. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? എനിക്ക് ലോവർ ബൗണ്ട് തിയറവും ഉണ്ട്, അപ്പർ ബൗണ്ട് തിയറവും ഉണ്ട്. അപ്പോൾ ഇവിടെ MP ലോഡ് P 2MP, നമ്മുടെ ഭാഗ്യത്തിന് ഇത് സെയിം ഡിസ്റ്റൻസിലാണ് തന്നിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. L ആണ്, L/2 ആണ്. L/2. അപ്പർ ബൗണ്ട് തിയറവും അല്ലെങ്കിൽ ലോവർ ബൗണ്ട് തിയറം യൂസ് ചെയ്യാം. ലോവർ ബൗണ്ട് തിയറം ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല, കാരണം അതിന് BMD വരയ്ക്കണം. അപ്പർ ബൗണ്ട് തിയറമാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് പൊട്ടൻഷ്യൽ പ്ലാസ്റ്റിക് ഇഞ്ച് ഉണ്ടാവാവുന്ന ബീമിലെ 3 സ്ഥലങ്ങളാണ്. ഒന്ന് എൻ്റെ 2 സപ്പോർട്ടുകളും പിന്നെ എൻ്റെ ക്രിട്ടിക്കൽ ലോഡ് ആക്ട് ചെയ്യുന്ന സ്ഥലവും.
അപ്പോൾ ഇതെൻ്റെ പൊട്ടൻഷ്യൽ പ്ലാസ്റ്റിക് ഇഞ്ച്, പൊട്ടൻഷ്യൽ പ്ലാസ്റ്റിക് ഇഞ്ച്, പൊട്ടൻഷ്യൽ പ്ലാസ്റ്റിക് ഇഞ്ച്. മാക്സിമം 3 പ്ലാസ്റ്റിക് ഇഞ്ചാണ് ഒരു ബീമിന് പോസിബിൾ ആവുന്നത്. അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് മൊമെൻ്റ് ഡെവലപ്പായി MP എന്ന് വിചാരിച്ചോ. അപ്പോൾ അത് കാരണം ഒരു തീറ്റ റൊട്ടേഷൻ അണ്ടർഗോ ആയി. ആ മൊമെൻ്റ് ഞാൻ ഈ ഡയറക്ഷനിൽ മാർക്ക് ചെയ്തു. സിമിലർലി ഇവിടെയാണെങ്കിൽ 2MP എന്ന് പറഞ്ഞ മൊമെൻ്റാണ് വരുന്നത് പ്ലാസ്റ്റിക് മൊമെൻ്റായിട്ട്, തീറ്റ റൊട്ടേഷൻ. അതുപോലെ ഇവിടെയും തീറ്റ, ഇവിടെയും തീറ്റ. അപ്പോൾ ഈ ഇൻ്റർസെക്ഷൻ പോയിന്റിൽ വീക്കർ MP ഏതാണോ അതാണ് ഞാൻ പ്ലാസ്റ്റിക് മൊമെൻ്റായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ MP 2MP MP അല്ലേ, ഈ ലെഫ്റ്റ് പോർഷൻ അല്ലേ വീക്കർ. അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് മൊമെൻ്റ് MP എന്ന മൊമെൻറ്റിൽ തന്നെ ഇവിടെ ആ റൊട്ടേഷൻ സംഭവിക്കുന്നു. ഇവിടെയും MP എന്ന മൊമെൻറ്റിൽ തന്നെ ആ റൊട്ടേഷൻ സംഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ ടോട്ടൽ എനിക്ക് ഇവിടെ ഒരു സെൻട്രൽ ഡിഫ്ലക്ഷൻ ഡെൽറ്റ. ഓക്കെ, അപ്പോൾ എനിക്ക് ടോട്ടൽ എത്രയാണ് വരുന്നത്? MP പ്ലസ് MP പ്ലസ് MP പ്ലസ് 2MP. ഓക്കെ, അപ്പോൾ 5MP തീറ്റ അതാണ് എൻ്റെ റിലേഷൻ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നില്ല. പ്ലാസ്റ്റിക് തിയറി അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് ഇത് മനസ്സിലാവില്ല. 5MP തീറ്റ ഈക്വൽ ടു W അല്ല, ഇവിടെ P ഇൻറ്റു L/2 ഇൻറ്റു ഡെൽറ്റ തീറ്റ. ഓക്കെ, അതായത് ഇവിടെ ഡെൽറ്റ ഞാൻ കണ്ടുപിടിക്കുന്നത് ഈ ഡിസ്റ്റൻസ് L/2 അല്ലേ. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു ഡെൽറ്റ ബൈ L/2. അപ്പോൾ ഡെൽറ്റ ഈക്വൽ ടു തീറ്റ ഇൻറ്റു L/2. W അല്ലെങ്കിൽ P ഇൻറ്റു ഡെൽറ്റയാണ് ഞാനിവിടെ MP ഇൻറ്റു തീറ്റയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ 5MP തീറ്റ P ഇൻറ്റു ഡെൽറ്റയുമായിട്ട് ഇക്വേറ്റ് ചെയ്യും. ഡെൽറ്റയെ ഞാൻ ട്രിഗ്നോമെട്രി വെച്ച് L/2 ഇൻറ്റു തീറ്റ ആക്കി മാറ്റുന്നു. തീറ്റയും വെട്ടിപ്പോവും, വിച്ച് ഇസ് P ഇസ് ഈക്വൽ ടു 10MP/L. കൊളാപ്സ് ലോഡിൻ്റെ വാല്യൂ 10MP/L. ഓപ്ഷൻ A 10MP/L. 28. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഷേപ്പ് ഫാക്ടർ ഫോർ എ ട്രയാങ്കുലർ സെക്ഷൻ. ഷേപ്പ് ഫാക്ടർ റേഷ്യോ ഓഫ് പ്ലാസ്റ്റിക് മൊമെൻറ്റ് ബൈ ഈൽഡ് മൊമെൻറ്റ്, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ബൈ ഈൽഡ് സെക്ഷൻ മോഡുലസ്. സ്റ്റാൻഡേർഡ് കേസുകളുണ്ട്. റെക്ടാങ്കിൾ 1.5 ഓർത്ത് വയ്ക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സർക്കിൾ 1.697. ട്രയാങ്കിൾ 2.34. ഷേപ്പ് ഫാക്ടർ വാല്യൂ ഓഫ് എ ട്രയാങ്കിൾ സെക്ഷൻ ഇസ് 2.34. 2.34 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു മീനിങ്ങും കൂടെയുണ്ട്. അത് ഈൽഡിൽ നിന്ന് പ്ലാസ്റ്റിക്കിലോട്ട് എത്താൻ 134% അധികം റിസർവ് സ്ട്രെങ്ത് യൂസ് ചെയ്യണം. അതായത് ഇപ്പോൾ റെക്ടാങ്കിളിൻ്റെ സെക്ഷൻ ഷേപ്പ് ഫാക്ടർ 1.5 ആണെങ്കിൽ അതിന് 50% സ്ട്രെങ്തും കൂടെ പ്ലാസ്റ്റിക് റീജിയനിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഒരു പ്ലാസ്റ്റിക് തിയറിയിൽ അതിനെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഒരു 50% അലവൻസ് എക്സ്ട്രാ കിടക്കുന്നു. അതാണ് ഈ ഷേപ്പ് ഫാക്ടർ എന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് സെക്ഷൻസിൻ്റെ ഷേപ്പ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതാണ് മോസ്റ്റ് ലൈക്ലി ചോദിക്കാൻ സാധ്യത. അത് പഠിച്ചിട്ട് പോവാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇൻ പ്ലാസ്റ്റിക് ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ്, ഇഫ് ദ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഈസ് I, the number of hinges required to convert the structure into a mechanism. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ഓർത്ത് വെച്ചോളണം. ഒരു സ്ട്രക്ചറിൽ ഉണ്ടാവാവുന്ന ടോട്ടൽ നമ്പർ ഓഫ് പ്ലാസ്റ്റിക് ഹിഞ്ചസ് is given as static indeterminacy +1. ഇത് ഫോം ആയി കഴിഞ്ഞാൽ ദ സ്ട്രക്ചർ ടേൺസ് ഇൻ ടു എ മെക്കാനിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേർപ്പസ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, an unstable structure. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സ്ട്രക്ചറിനും നമുക്ക് പോസിബിൾ പൊട്ടൻഷ്യൽ നമ്പർ ഓഫ് പ്ലാസ്റ്റിക് ഇഞ്ചസ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി അറിയാമെങ്കിൽ അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റീൽ സ്ട്രക്ചേഴ്സിനകത്ത് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. ആദ്യം പറഞ്ഞ 6 ചാപ്റ്ററിന് അപ്പുറമുള്ള എല്ലാ ചാപ്റ്റേഴ്സും ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാൽ മതി. ഇനിയിപ്പം പരീക്ഷയ്ക്ക് 2-3 ദിവസം കൂടിയേ ഉള്ളൂ. ഇനി പഠിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇത് കഴിഞ്ഞിട്ടും പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കുമല്ലോ ഒരു വലിയൊരു വിഭാഗം നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ അവരുടെ ശ്രദ്ധയ്ക്കായിട്ട് പറയുവാണ്. ബാക്കിയെല്ലാം തീർന്ന് നല്ല സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് തിരിച്ച് വന്ന് നല്ല ഡെപ്തിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ സ്റ്റീലിൻ്റെ RTQ സെഷൻസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു.
അപ്പോൾ എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.